അധ്യായം നിങ്ങൾ വായിച്ചു നോക്കൂ. രസകരമായ മറുപടിയാ ഫറവോൻ പറഞ്ഞു. ഫറവോൻ പറയാ നാളെ ആട്ടം. തവള ശല്യമായി, ഒന്നും കഴിക്കാൻ പോലും വയ്യാതെ, തവള പോക്കറ്റിൽ തവള, നോക്കുന്നിടത്തെല്ലാം തവള, തവള ശല്യമായിട്ട് പോലും ഫറവോൻ പറയാ നാളെ പ്രാർത്ഥിച്ചാ മതി, ഇന്ന് രാത്രിയോടെ ഞങ്ങൾ തവളയുടെ കൂടെ കഴിക്കട്ടെ. അനേകരങ്ങനെ. എന്നാ മാനസാന്തരപ്പെടുന്ന സഹോദര? നാളെ ആട്ടെ, നാളെ മാനസാന്തരപ്പെടുക. ഇന്നില്ല. എന്നാ ഒരു മാറ്റം വരുന്നത്? എന്നാ കുടിയൊക്കെ ഒന്ന് നിർത്തുന്നത്? നാളെ ആട്ടെ. നാളെ എല്ലാം നിർത്തുക. നാളെ ഒരിക്കലും വരികയില്ല. സ്തോത്രം. മോശ വേണേ ദേഷ്യപ്പെട്ടങ്ങ് പോകാം, പക്ഷെ മോശ ദേഷ്യപ്പെട്ടില്ല. മോശ പിറ്റേ ദിവസം ചെന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തവളയെല്ലാം ചത്തു. സകല തവള ചത്ത തവളയെ മിസ്രൈമർ കൂമ്പാരമായിട്ട് കൂട്ടിയെന്നാണ് എഴുതിയേക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ചത്ത തവളകൾ ജീവനുള്ള തവളകളെക്കാൾ ശല്യമായി, ചീഞ്ഞു നാറാൻ തുടങ്ങി. ഇവര് നമസ്കരിച്ചു വന്ന കുട്ടി ദൈവങ്ങളെല്ലാം ചീഞ്ഞു നാറുക, മൂക്കും പൊത്തിക്കൊണ്ട് നടക്കുക മിസ്രൈമർ. ദൈവം അവരുടെ ദേവന്മാരുടെ മേൽ ന്യായവിധി നടത്തി. അടുത്ത ബാധ വന്നു. സ്കിൻ ഡിസീസ് ഉണ്ടായി, പേനുണ്ടായി. ഫറവോനും മന്ത്രിമാരും എല്ലാം കൂടെ കൂടിയിരുന്ന് ആലോചിക്കുക, എങ്ങനെ നമുക്ക് ഇതിനെ ഒരു പരിഹാരം. എല്ലാം തല മാന്തി പൊളിക്കുക, പേൻ പിടിച്ചിരിക്കുക. ഒന്നിനു പുറകെ ഒന്നായി ദൈവത്തിന്റെ കരം അവർക്ക് വിരോധമായി നീട്ടപ്പെട്ടു. ദൈവത്തിന്റെ ന്യായവിധി മിസ്രൈമിന്മേൽ വന്നു. ഈ മിസ്രൈമ്യരെ കൂടിയ വിചാരകന്മാരെ കൊണ്ട് തല്ലിച്ചതായ ആളുകൾ, അവരെ ഉപദ്രവിച്ച ആളുകൾ, അവരുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ പിടിച്ച് നൈൽ നദിയിൽ എറിഞ്ഞ ആളുകൾ, അവരുടെ ജീവിതത്തിൽ അവരെ വിതച്ചത് കൊയ്യുകയാണ്. ഒടുവിൽ 10ാമത്തെ ബാധ, കടിഞ്ഞൂൽ സംഹാരം. ഇന്ന് അർദ്ധരാത്രിക്ക് സംഹാരദൂതൻ ഊരിയ വാളും പിടിച്ചുകൊണ്ട് മിസ്രൈമ തെരുക്കളിലൂടെ നടക്കും. സിംഹാസനത്തിരിക്കുന്ന ഫറവോന്റെ ആദിയാതൻ മുതൽ കുണ്ടലക്കിളി തടവുകാരന്റെ ആദിയാതൻ വരെ ഈ രാത്രി ഛേദിക്കപ്പെടും. എന്നാൽ നിങ്ങൾ പാർക്കുന്ന വീടുകൾക്കോ രക്തമടയാളമായിരിക്കും. നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ അട്ടക്കാലണ്ടിന് മേലും കുറുമ്പടി മേലും അറുക്കപ്പെട്ട കുഞ്ഞാന്റെ രക്തം കാണുമ്പോൾ സംഹാരകൻ നിങ്ങളെ വിട്ട് കടന്നു പോകും. പ്രൈസ് ദി ലോർഡ്. അന്ന് മിസ്രൈമിലെ ജനങ്ങൾ രണ്ടായി തിരിയപ്പെട്ടു, രക്തത്തിനകത്തിരിക്കുന്നവനും രക്തത്തിന്റെ പുറത്തുള്ളവനും. അതിനെക്കുറിച്ച് ഇനി കർത്താവിന് ചോദിച്ചാൽ അടുത്ത പ്രാവശ്യം പറയാം, സമയമായല്ലോ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുമിച്ച് ഇന്ന് രാത്രികാലം ഈ പ്രിയ ഭവനത്തിലായിരിക്കാൻ ദൈവം നൽകിയ അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നാം കൂടി വന്നിരിക്കുകയാണ്. ആഴ്ചവട്ടത്തിലെ 1-ാം നാളിൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ആ ഉയർപ്പിൻ്റെ ദിനത്തിൽ നമുക്ക് അവൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം ഇടയാക്കി. അതോർത്ത് ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നാം ചിന്തിച്ചു കൊണ്ടിരുന്നത് മരുഭൂമിയിലെ സഭ, ഇസ്രായേൽ ജനം ഏകദേശം 30 ലക്ഷം ആളുകൾ പെസഹ കുഞ്ഞാട് രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് മോശയുടെ നേതൃത്വത്തിൽ ചെങ്കടൽ കടന്ന്
മരുഭൂമിയിൽ 40 വർഷം യാത്ര ചെയ്തു. ആ ജനം വിവിധ സ്ഥലങ്ങളിൽ പാളയമടിച്ചു കിടന്നു. മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത ആ ജനത്തെ സൂചിപ്പിച്ചുകൊണ്ട് സ്തേഫാനോസ് തന്റെ പ്രസംഗത്തിൽ പറയുകയാണ്, മരുഭൂമിയിലെ സഭ. മരുഭൂമിയിലെ സഭ പുതിയ നിയമസഭയുടെ നിഴലാണ്. മരുഭൂമിയിലെ സഭ തരുന്ന സാക്ഷ്യങ്ങളാണ് ഈ ദിവസങ്ങൾ നാം ചിന്തിക്കുന്നത്. അവരുടെ ഒന്നാമത്തെ സാക്ഷ്യം, ഞങ്ങളെല്ലാവരും മിസ്രൈമിൽ ഇഷ്ടികച്ചൂളയിൽ അടിമകളായിരുന്നു, എന്നാൽ പെസഹ കുഞ്ഞാൻ രക്തത്താൽ ഞങ്ങളെല്ലാവരും വീണ്ടെടുക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. മരുഭൂമിയിലെ സഭയിലുള്ള എല്ലാവരും വീണ്ടെടുക്കപ്പെട്ടവരാണ്, രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്, കുഞ്ഞാൻ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. ഈ പെസഹ കുഞ്ഞാടിനെ കുറിച്ച് പുതിയ നിയമത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, 7-8 വാക്യം. നിങ്ങൾ കുടിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡമാകേണ്ടതിന് പഴയ കുടിമാവിനെ നീക്കിക്കളവിൻ. നമ്മുടെ പെസഹ കുഞ്ഞാട് മറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ആകയാൽ പഴയ കുടിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ കുടിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ കുടിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കാം. നമ്മുടെ പെസഹ കുഞ്ഞാട് മറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ നമ്മുടെ പെസഹായി മറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. നമ്മുടെ പെസഹ, നമ്മുടെ കുഞ്ഞാട്, പെസഹ കുഞ്ഞാടെ അറുക്കപ്പെട്ടു. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അഥവാ കാൽവരി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു അറുക്കപ്പെട്ടതിനെ, യാഗമായതിനെ മുമ്പിൽ കൂട്ടി സൂചിപ്പിച്ചതാണ് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ ആചരിച്ച പെസഹ. ആ അർത്ഥത്തിലാണ് നാം അതിനെക്കുറിച്ച് പഠിക്കുവാൻ പോകുന്നത്. വേദപുസ്തകത്തിന്റെ പുസ്തകങ്ങളിൽ യേശുക്രിസ്തുവിനെയാണ് ഓരോ പുസ്തകത്തിന്റെയും വിഷയം. 66 പുസ്തകങ്ങളുടെയും ഒന്നിച്ചുള്ള തീം മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പ് എന്നതാണ്. റിഡംഷൻ ഓഫ് മാൻകൈൻഡ്. വീണ്ടെടുപ്പാണ് ബൈബിളിന്റെ തീം. കർത്താവാണ് റിഡീമർ, വീണ്ടെടുപ്പുകാരൻ. ആ വീണ്ടെടുപ്പുകാരനെ ഓരോ പുസ്തകത്തിൽ ചിത്രീകരിച്ചിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 22-ാം അധ്യായത്തിലാണ് ആ വീണ്ടെടുപ്പുകാരനെ കാണുന്നത്. 22-ാം അധ്യായമാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ താക്കോൽ അധ്യായം. പുറപ്പാട് പുസ്തകത്തിന്റെ താക്കോൽ അധ്യായം പുറപ്പാട് പുസ്തകം 12-ാം അധ്യായമാണ്. ഉൽപ്പത്തി 22-ൽ അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കുവാൻ മോറിയ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോകുന്നതും മനുഷ്യനായ ഇസഹാക്ക് മരിക്കേണ്ട സ്ഥാനത്ത് ദൈവം കരുതിയ ഒരാട്ടുകൊറ്റൻ അറുക്കപ്പെടുന്നു, ഇസഹാക്കിന് വിടുതൽ കിട്ടുന്നു. കാൽവരി യാഗമായ യേശുവിനെ കാണിക്കുകയാണ്. പുറപ്പാട് 12-ൽ പെസഹായെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. പെസഹായുടെ പ്രമാണം ദൈവം കൊടുക്കുകയാണ്. 10 ബാധകളാൽ മിസ്രൈമിനെ ബാധിച്ചു. അവസാനത്തെ 10ാമത്തെ ബാധയാണ് കടിഞ്ഞൂൽ സംഹാരം. ആദ്യജാതന്മാർ കൊല്ലപ്പെടുവാൻ പോകുകയാണ്. ആദ്യജാതന്മാർ കൊല്ലപ്പെടുമ്പോൾ ഇസ്രായേലിന് ദൈവം കൊടുക്കുന്ന വിടുതൽ പെസഹ മുഖാന്തരമാണ്. പെസഹായ്ക്ക് നെഗറ്റീവായ ഒരർത്ഥമുണ്ട്. ആ നെഗറ്റീവായ അർത്ഥം, സംഹാര ദൂതൻ മിസ്രൈമിലെ ആദ്യജാതന്മാരെ കൊന്ന് ദൈവത്തിന്റെ ന്യായവിധി നടത്തുന്നു. പോസിറ്റീവായ ഒരർത്ഥമുണ്ട്. അത് ദൈവത്തിന്റെ ജനത്തെ കുഞ്ഞാണ്ട് രക്തത്തിനകത്ത് സൂക്ഷിക്കുന്നു. പാസ് ഓവർ എന്ന പദമാണ് പെസഹ. പാസ് ഓവർ എന്ന് പറഞ്ഞാൽ കടന്നുപോക്കെന്നാണ്. കടന്നുപോക്കെന്ന് പറഞ്ഞാൽ സംഹാര ദൂതന്റെ കടന്നുപോക്കാണ്, ദൈവത്തിന്റെ ന്യായവിധിയുടെ കടന്നുപോക്കാണ്. ആ ന്യായവിധി ദൈവജനത്തെ ബാധിക്കാതെ അത് കടന്നുപോയി. അപ്പോൾ ദൈവത്തിന്റെ വിടുതലിന് എപ്പോഴും 2 വശമുണ്ട്. ഒന്ന്, ദൈവത്തിന്റെ കൃപ എവിടെയെങ്കിലും ദൈവം വെളിപ്പെടുത്തുമ്പോൾ തന്നെ കൃപയെ നിരസിക്കുന്നവർക്ക് ന്യായവിധിയും ഒപ്പമുണ്ട്. സുവിശേഷം എവിടെ പ്രസംഗിച്ചാലും 2 കാര്യം നടക്കും. ഒന്ന്, കുറെ ആളുകൾ രക്ഷിക്കപ്പെടും. മറ്റൊന്ന്, രക്ഷിക്കപ്പെടാത്ത ആളുകൾ കൂടുതൽ ശിക്ഷയ്ക്ക് അർഹരാകും. ദൈവം ഒരു ജനത്തെ സന്ദർശിക്കുമ്പോൾ തന്നെ ഒരു ജനത്തിന് നാശമാണ്. ദൈവം എവിടെയെങ്കിലും ഇടപെടുമ്പോൾ തന്നെ അവിടെ ഒരു കൂട്ടർക്ക് വിടുതലും മറ്റൊരു കൂട്ടർക്ക് ബന്ധനവുമാണ്. മിസ്രൈമിൽ ദൈവം ഇറങ്ങി വന്നപ്പോൾ മിസ്രൈമ്യരുടെ വീടുകളിൽ നിലവിളി ഉണ്ടായി, ഇസ്രായേൽ മക്കളുടെ വീടുകളിൽ വീണ്ടെടുപ്പുണ്ടായി. ദൈവത്തിന് സ്തോത്രം. പെസഹായുടെ പ്രമാണം ഇവിടെ 1ാമത്തെ പ്രമാണം പറയുന്നത്, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസമായിരിക്കണം. ബൈബിൾ സ്റ്റഡിയാണല്ലോ, അതുകൊണ്ട് ശ്രദ്ധിച്ച് ഓരോ ഭാഗങ്ങളും നമുക്ക് പഠിക്കേണ്ടിയിരിക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ 1-ാം മാസം നിങ്ങൾ പെസഹ ആചരിക്കണമെന്നല്ല എഴുതിയേക്കുന്നത്. നിങ്ങൾ എന്ന് പെസഹ ആചരിക്കുന്നു അന്ന് മുതൽ 1-ാം മാസം തുടങ്ങുക. പ്രൈസ് ദി ലോർഡ്.
ഇതാ ഒരു പുതിയ വർഷക്കണക്ക് ഇസ്രായേലിന് ദൈവം കൊടുക്കുക. അതുവരെ ഇല്ലാത്തൊരാണ്ട് കണക്ക്, അതുവരെ ഇല്ലാത്തൊരു കലണ്ടർ, അതുവരെ ഇല്ലാത്തൊരു പുതിയ മാസം, ഒരു പുതിയ കണക്ക് ദൈവം കൊടുക്കുകയാണ്. നിങ്ങൾ പെസഹ ആചരിക്കുന്ന അന്ന് മുതൽ 1-ാം മാസം നിങ്ങൾ എണ്ണി തുടങ്ങിക്കൂ. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ മിസ്രയീമ് ഇഷ്ടികച്ചുള്ളിൽ ചവിട്ടിക്കൊഴിച്ചതൊന്നും ദൈവത്തിന് കണക്കിൽ പെടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പെസഹ ആചരിക്കുന്നത് മുതൽ ഒരു പുതിയ ആരംഭമാണ്. അറുക്കപ്പെട്ട കുഞ്ഞാട് രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്ന അന്ന് മുതൽ ഒരു പുതിയ ആരംഭമാണ്. കാൽവരി ക്രൂശിന്റെ ചുവട്ടിൽ നിന്നാണ് ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത്. ക്രൂശിൽ യാഗമായി തീർന്ന യേശുവിനെ ഒരു രക്ഷിതാവായി സ്വീകരിക്കുന്ന അന്ന് മുതൽ മാത്രമേ അവൻ ക്രിസ്ത്യാനിയാകുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എന്തെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ മിസ്രയീമിൽ നിന്ന് പ്രതിഫലം വാങ്ങിച്ചോണം. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് സൺഡേ സ്കൂൾ പഠിപ്പിച്ച് കാണും, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് പാഠം വായിച്ച് കാണും, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് കമ്മിറ്റിയിലിരുന്ന് കാണും. അതിനൊക്കെ മിസ്രയീമിൽ നിന്ന് പ്രതിഫലം വാങ്ങിച്ചോണം. അതൊന്നും ദൈവത്തിന്റെ റെക്കോർഡിലില്ല. കുഞ്ഞാടിന്റെ ചോര കൊണ്ട് വീണ്ടെടുക്കപ്പെടുന്ന അന്ന് മുതലേ ദൈവത്തിന്റെ റെക്കോർഡിലുള്ളൂ. സ്തോത്രം. ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസമായിരിക്കണം. ആ കാൽവരി ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ഒരു ദൈവത്തിലായി തീരുവാൻ ഒരാൾ തീരുമാനം ചെയ്ത് കർത്താവിനെ രക്ഷിക്കുന്ന ദിവസം മുതൽ അവൻ പുതിയ സൃഷ്ടിയാണ്. യേശു ഭൂമിയിൽ ജനിച്ച അന്ന് മുതൽ ഒരു കാലക്കണക്കുണ്ടായി. AD, ആനോ ഡൊമിനി, നമ്മുടെ കർത്താവിന്റെ വർഷം. അതിന് മുമ്പുള്ള കാലഘട്ടം BC, ബിഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിന് മുൻപ്. ക്രിസ്തുവിന് മുമ്പുള്ള കാലഘട്ടവും ക്രിസ്തുവിന് ശേഷമുള്ള കാലഘട്ടവും. യേശു ഭൂമിയിൽ ജനിച്ചപ്പോൾ ലോകചരിത്രം 2ആയി വിഭജിക്കപ്പെട്ടു. ഇതുപോലെ തന്നെയാണ് യേശു ഒരു മനുഷ്യന്റെ ഉള്ളിൽ ജനിക്കുമ്പോഴും അവന്റെ ജീവചരിത്രത്തിൽ ഒരു BCയും ഒരു ADയും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. കള്ളും കുടിച്ച് പാപത്ത് നടന്നൊരു BC ഉണ്ട് അവന്. കള്ളു കുടിക്കാൻ പോയില്ലെങ്കിൽ പള്ളിഭക്തിയിൽ നടന്നൊരു BC ഉണ്ട്. എവിടെയെങ്കിലും ഒരു BC ഉണ്ട് അവന്. അവൻ രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ അവൻ ജീവിക്കുന്ന ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ്, നമ്മുടെ കർത്താവിന്റെ വർഷത്തിൽ ജീവിക്കുകയാണ്. രക്ഷിക്കപ്പെടുന്ന അന്ന് മുതൽ ഒരു പുതിയ കലണ്ടർ, ഒരു പുതിയ ഡയറി, ഒരു പുതിയ വർഷം, ഒരു പുതിയ കാലക്കണക്ക്, ഒരു പുതിയ സൃഷ്ടിയായി അവൻ തീരുകയാണ്. സ്തോത്രം. ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസമായിരിക്കണം. അടുത്ത വാക്യം. നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വസംഘത്തോട് പറയേണ്ടതെന്നാൽ ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തരും ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ഒരു കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി. ഇതാണ് ദൈവത്തിന്റെ പ്രമാണം, പെസഹായുടെ പ്രമാണം. ഒരു കുടുംബത്തിന് ഒരാട്ടിൻകുട്ടി. 1 പത്രോസ് 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ മനുഷ്യ കുടുംബത്തിന് വേണ്ടി, ആദാമ്യ കുടുംബത്തിന് വേണ്ടി ഒരാട്ടിൻകുട്ടി ഉണ്ടായിരുന്നെന്ന് കാണാൻ കഴിയുന്നു. നമുക്കറിയാവുന്ന വാക്യമാണത്. പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രേ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. ഒരു കുഞ്ഞാട്. ഈ കുഞ്ഞാടിനെ എന്നാ വേർതിരിച്ചത്? വെളിപ്പാട് 13:8. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാട് ലോകസ്ഥാപനത്തിങ്കൽ വേർതിരിച്ചു. ഈ കുഞ്ഞാടിനെ സ്നാപക യോഹന്നാൻ ചൂണ്ടിക്കാണിച്ചു. യേശു പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. എന്താ കാര്യം? യോഹന്നാന്റെ ദൗത്യം ഏറ്റവും വലുതായിരുന്നു. യെശയ്യാവ് 750 കൊല്ലം ദൂരെ നിന്നുകൊണ്ടാ പറഞ്ഞത് ദൈവകുഞ്ഞാട് വരുമെന്ന്. യിരെമ്യാവും 600 കൊല്ലം ദൂരെ നിന്നുകൊണ്ടാ പറഞ്ഞത് മശിഹ വരുന്നുവെന്ന്. അബ്രഹാം 2000 കൊല്ലം ദൂരെ നിന്നുകൊണ്ടാണ് മശിഹായെ കണ്ടത്. ദാവീദ് 1000 കൊല്ലം ദൂരെ നിന്നുകൊണ്ടാണ് മശിഹായെ കണ്ടത്. അവരെല്ലാം വരുവാൻ പോകുന്ന ദൈവ കുഞ്ഞാടിനെ കുറിച്ച് വിദൂരതയിൽ നോക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു. എന്നാൽ സ്നാപക യോഹന്നാൻ തൊട്ട് കാണിച്ചു കൊടുത്തു. Behold the Lamb of God. തേണ്ട നിൽക്കുന്നു ദൈവത്തിന്റെ കുഞ്ഞാട്. അവനാണ് തൊട്ട് കാണിച്ചു കൊടുത്തത്. യോഹന്നാൻ ആരാണ്? യോഹന്നാന്റെ കാലം വരെ ന്യായപ്രമാണവും പ്രവാചകന്മാരും, അഥവാ ന്യായപ്രമാണത്തിന്റെ അന്ത്യമാണ് യോഹന്നാൻ. ന്യായപ്രമാണ യുഗത്തിന്റെ വാതിലടച്ചിട്ട് കൃപയുടെ യുഗം തുറന്നു കൊടുത്തയാളാണ് സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാന്റെ ചരിത്രം പുതിയ നിയമത്തിലാണെങ്കിലും പഴയ നിയമ പ്രവാചകന്മാരുടെ കൂട്ടത്തിലാണ് യോഹന്നാനെ എണ്ണുന്നത്. കാരണം പെന്തിക്കോസ് നാൾ മുതലാണ് പുതിയ നിയമ യുഗം ആരംഭിച്ചിരിക്കുന്നത്. സ്തോത്രം. സ്നാപക യോഹന്നാന്റെ ശുശ്രൂഷ വലുതായിരുന്നു. അവൻ ദൈവ കുഞ്ഞാടിനെ തൊട്ട് കാണിച്ചു കൊടുത്തു. ഒരു കാര്യം കൂടെ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. പഴയ നിയമകാലത്ത് ഒരാട്ടിൻകുട്ടിയെ യാഗം കഴിക്കാൻ കൊണ്ടുവന്നാൽ യാഗം നടത്തുന്ന പുരോഹിതൻ ആട്ടിൻകുട്ടിയെ പരിശോധിച്ചിട്ട് അനൂനമില്ലെന്ന് സർട്ടിഫൈ ചെയ്യണം. ഈ ആടിനെ യാഗത്തിന് കൊള്ളാം എന്ന് പുരോഹിതൻ പറഞ്ഞു കഴിഞ്ഞാലേ അതിനെ അറക്കാനൊക്കത്തുള്ളൂ. പുരോഹിതനാണ് സർട്ടിഫൈ ചെയ്യേണ്ടത് ഈ ആടിനെ യാഗത്തിന് കൊള്ളാമെന്ന്.
പുരോഹിതന്റെ പുത്രനായ സ്നാപക യോഹന്നാൻ ജനനം കൊണ്ട് പുരോഹിതനായി കൂറിന്റെ ക്രമപ്രകാരം യെരൂശലേം ദേവാലയത്തിൽ കയറി ശുശ്രൂഷ ചെയ്യുവാൻ അധികാരമുള്ള സ്നാപക യോഹന്നാൻ അവൻ പറഞ്ഞു, ഈ ആട്ടിൻകുട്ടിയെ കൊള്ളാം. ബിഹോൾഡ് ദ ലാംബ് ഓഫ് ഗോഡ്, ഇവനാണ് ദൈവകുഞ്ഞാട്. പഴയ നിയമ പുരോഹിതന്മാരൊക്കെ വിശ്വാസത്താൽ യാഗം നടത്തുക. ഒരാടിനെ ഇറക്കുമ്പോൾ അവർ പറയും, ദിസ് ഈസ് എ ലാംബ്, ദിസ് ഈസ് നോട്ട് ദി ലാംബ്. ഇത് വരാനുള്ള ആ ആട്ടിൻകുട്ടിയല്ല, ഇത് ഒരാട്ടിൻകുട്ടിയാണ്. ഞങ്ങൾ ഒരാട്ടിൻകുട്ടി ഇറക്കുകയാണ്. ഇത് ദി ലാംബല്ല, ദൈവം കണ്ട ആട്ടിൻകുട്ടിയല്ല. എന്നാൽ സ്നാപക യോഹന്നാൻ പറഞ്ഞു, ബിഹോൾഡ് ദ ലാംബ് ഓഫ് ഗോഡ്, ഇതാണ് ആ ആട്ടിൻകുട്ടി, ഇതാണ് ദൈവത്തിന്റെ കുഞ്ഞാട്. സ്തോത്രം. ഇതാ മനുഷ്യ കുടുംബത്തിനു വേണ്ടി, ആദാമ്യ കുടുംബത്തിനു വേണ്ടി, സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണക്കാരനായ പിതാവായ ദൈവം ലോകസ്ഥാപനം മുതൽ ഒരു കുഞ്ഞാടിനെ വേർതിരിച്ചു നിർത്തി. ദൈവ കുഞ്ഞാടായ യേശുവിനെ ഒരു കുടുംബത്തിന് ഒരാട്ടിൻകുട്ടി. അടുത്ത വാക്യം, ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ ആളുകളുടെ എണ്ണത്തിനൊത്തവണ്ണം അവനും അവന്റെ വീട്ടിനടുത്ത അയൽക്കാരനും കൂടി അതിനെ എടുക്കണം. ഈ ആട്ടിൻകുട്ടിയെ വീട്ടിലുള്ളവർ തന്നെ തിന്നാ പോരുന്നു. ഈ ആട്ടിൻകുട്ടിയെ തിന്നാൻ വീട്ടിനടുത്ത് അയൽക്കാരെ കൂടെ ക്ഷണിച്ചുകൊണ്ട് വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദൈവ കുഞ്ഞാടിനെ ഭക്ഷിക്കുവാൻ വീട്ടിനടുത്ത് അയൽക്കാരെ കൂടെ നിങ്ങൾ ക്ഷണിച്ചുകൊണ്ട് വരണം. നിങ്ങൾ തന്നെ തിന്നാ പോരാ. എന്താണ് അർത്ഥം? സുവിശേഷം അറിയിപ്പാൻ ഓരോ വിശ്വാസിയും ബാധ്യസ്ഥനാണ്. ചില ആളുകൾ ധരിച്ചിരിക്കുന്നത് അതൊക്കെ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട ആളുകളുടെ ജോലിയാണ്, ഞങ്ങളുടെ ജോലി അവർക്ക് എന്തെങ്കിലും സംഭാവനയൊക്കെ കൊടുക്കുക. അങ്ങനെയല്ല. എല്ലാ വിശ്വാസിയും യേശു ഭൂമിയിൽ തന്റെ സാക്ഷിയാക്കി നിർത്തിയിരിക്കുക. 3 കാര്യത്തിനാണ് ദൈവം ഒരാളെ വിളിക്കുന്നത്. സഭയെ 3 കാര്യത്തിനാണ് വിളിച്ചത്. നമ്മളെ ഓരോരുത്തരെയും 3 കാര്യത്തിനാണ് വിളിച്ചിരിക്കുന്നത്. ഒന്ന്, ക്രിസ്തുവിനെ പോലെ നമ്മെ ആക്കി തീർക്കുവാൻ. ദൈവത്തിന് ആത്മാവ് പണിയുകയാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് ചേരാത്ത ഭാഗങ്ങളെല്ലാം ചെത്തി മുറിച്ചു മാറ്റി ക്രിസ്തുവിനെ പോലെ ആക്കുകയാണ്. ഒരിക്കലൊരു വലിയ ദൈവാലയത്തിന്റെ മുമ്പിൽ ഒരു കറുത്ത കരിമ്പാറ പൊങ്ങി നിൽക്കുകയാണ്. പണിയെല്ലാം കഴിഞ്ഞപ്പോൾ ദൈവാലയത്തിന്റെ സൈറ്റിന് ഇത് ഭംഗി പോരാ, ഈ പാറ നിൽക്കുന്നത്. ഇനി ഡൈനമിറ്റ് വെച്ച് ഈ പാറ തകർത്താൽ കെട്ടിടത്തിന് കേടുവരും. എന്ത് ചെയ്യാനാണ്? എല്ലാവർക്കും വിഷമമായി പോയി. ആ സമയത്താണ് ഒരു ശില്പി അതുവഴി വന്നു, പ്രസിദ്ധനായ ഒരു ശില്പി. അയാൾ പറഞ്ഞൊരു കാര്യം ചെയ്യും, എനിക്കിതാ 30 ദിവസം ഞാൻ ഈ പാറ മാറ്റിത്തരാം. അവർ സമ്മതിച്ചു. അയാൾ വലിയൊരു ടെന്റൊക്കെ അടിച്ച് അതിനകത്ത് കയറി അയാളുടെ ഉളിയും അയാളുടെ ചുറ്റുകയും അയാളുടെ മൂർച്ചയുള്ള ഉപകരണങ്ങളുമായി കയറി അയാൾ പണിയാൻ തുടങ്ങി. പണിത് 30 ദിവസം കഴിഞ്ഞ് ടെന്റ് പൊളിച്ചു മാറ്റിയപ്പോൾ നല്ല സുന്ദരനായ ഒരു മാലാഖ വീണയും വായിച്ചുകൊണ്ട് നിൽക്കുകയാണ് ദേവാലയത്തിന്റെ മുറ്റത്ത്. ആ കരിങ്കല്ലിനകത്തുനിന്ന് അയാൾ കൊത്തിയെടുത്തിരിക്കുക. ഒരു നല്ലൊരു ശില്പം, ഒരു മാലാഖ വീണ വായിക്കുന്ന ശില്പം. ആളുകൾക്കെല്ലാം അത്ഭുതമായി. അയ്യോ, എത്ര വികൃതമായ ഒരു വൃത്തികെട്ട പാറയായിരുന്നു. ഇതിനകത്തുനിന്ന് ഇങ്ങനെ ഒരു മാലാഖ ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു. ശില്പി പറഞ്ഞു, നിങ്ങൾ കാണുന്ന പോലല്ല ഞാനൊരു പാറ കണ്ടാ കാണുന്നത്. ഞാൻ കണ്ടത് അതിനകത്ത് ഈ മാലാഖയാ. മാലാഖയ്ക്ക് ചേരാത്ത കുറെ ഭാഗങ്ങൾ അവിടെ ഇവിടെ മുഴച്ചൊക്കെ നിന്നു. അതെല്ലാം ഞാൻ കൊത്തി അടത്തി കളഞ്ഞപ്പോൾ മാലാഖ തെളിഞ്ഞു വന്നു. സ്തോത്രം. സ്വർഗത്തിലെ ദൈവം നിങ്ങളിലും എന്നിലും കണ്ടിരിക്കുന്ന ക്രിസ്തുവിന്റെ രൂപത്തെയാണ്. ഹല്ലേലൂയ. ആ ക്രിസ്തുവിന് ചേരാത്ത കുറെ ഭാഗങ്ങൾ ഇപ്പോൾ മുഴച്ചൊക്കെ നിപ്പുണ്ട്. എന്നാൽ അവൻ പണിതുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് പണിതുകൊണ്ടിരിക്കുകയാണ്. പണി പൂർത്തിയാകുമ്പോൾ നാം അവനെ പോലെയാകും. സ്തോത്രം. അവനോട് സദൃശന്മാരാകും. അവന്റെ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളികളാകുവാൻ അവൻ നമ്മെ വിളിച്ചിരിക്കുകയാണ്. ഓരോ ദിവസവും ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മിൽ പകർത്തുവാൻ വേണ്ടി ഓരോ വിശ്വാസിയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. രണ്ടാമത് നമ്മെ വിളിച്ചതിന്റെ ഉദ്ദേശം അവനെ ആരാധിപ്പാനാണ്. എങ്ങനെ ആരാധിക്കണം? ആത്മാവിൽ ആരാധിക്കണം, സത്യത്തിൽ ആരാധിക്കണം. ആത്മാവിൽ സത്യത്തിലുള്ള ആരാധനയുടെ വെളിപ്പാട് ലോകത്തിന് ദൈവം നൽകിയത് യേശു മുഖാന്തരമാണ്. യേശു ശമരിയക്കാരി സ്ത്രീയോട് പറഞ്ഞു, സ്ത്രീയെ, ഈ മലയിലുമല്ല ആ മലയിലുമല്ല ആരാധിക്കേണ്ടത്. സത്യ നമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുപിരിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. അവനെ ആരാധിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും അവനെ ആരാധിക്കണം. ആരാധന, അതിനുവേണ്ടി ദൈവം വിളിച്ചിരിക്കുകയാണ്. ആരാധന നമ്മുടെ ജീവശ്വാസം പോലെയാണ്. ആരാധനയില്ലാത്ത വിശ്വാസി ചത്തുപോകും. പ്രൈസ് ദി ലോർഡ്. അവന്റെ ആരാധന അവന്റെ ശ്വാസം പോലെയാണ്. അവൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും എല്ലായിടത്തും ദൈവത്തിന്റെ മഹത്വം ദർശിച്ചുകൊണ്ട് അവൻ ജീവിക്കുകയാണ്. നമ്മെ വിളിച്ചതിന്റെ 3ാമത്തെ ഉദ്ദേശം സുവിശേഷം അറിയിക്കുവാനാണ്. ക്രിസ്തുവിന്റെ സാക്ഷികളാകുവാൻ വിളിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്റെ സാക്ഷികൾ. ഇത് യെരൂശലേം മുതൽ സകല ജാതികളുടെയും ഇടയിൽ പ്രസംഗിക്കുകയാണ്.
യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ പാപമോചനമുണ്ട് എന്ന്. പ്രൈസ് ദി ലോർഡ്. നാം അവന്റെ സാക്ഷികളാണ്. ഇത് സൗകര്യമുണ്ടെങ്കിൽ ചെയ്യാനുള്ള കാര്യമല്ല. ഇവാഞ്ചലിസം ഈസ് നോട്ട് ആൻ ഓപ്ഷൻ. ഇത് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇറ്റ് ഈസ് എ മസ്റ്റ്. ഇത് ചെയ്തേ ഒക്കത്തുള്ളൂ. ഇതിന് ഒഴിഞ്ഞു മാറാൻ ഒക്കത്തില്ല. നീ യേശുവിന്റെ സാക്ഷിയാണ്. ക്രിസ്തുവിനെ നിന്ന ചുമക്കാൻ നീ വിളിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ആ നിന്ന ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ നീ അവന്റെ സാക്ഷിയാണ്. അത് നമ്മൾ ഒരാളോട് പറഞ്ഞ് അവര് സുവിശേഷം കേട്ടില്ലെന്ന് പറഞ്ഞ് പിന്നെ പറയത്തില്ല. ചേട്ടൻ എങ്ങനെയാ? ഞാൻ 2 പേരോട് സുവിശേഷമൊക്കെ പറഞ്ഞു, അവർക്ക് ദേഷ്യമായിപ്പോ. ഇനി ഞാൻ ആരോടും പറയുന്നില്ല. തിരുവല്ല ബസ് സ്റ്റാൻഡിന്റെ അതിൽ നടക്കുകയാണെങ്കിൽ അവിടെ ടാക്സിക്കാർ കിടപ്പുണ്ട്. അവര് ഇങ്ങനെ ആളുകൾ പോകും, ചോദിക്കും സാറേ കാർ വേണം. കാരണം അവരുടെ കാറിൽ പറയാം കാർ വേണം, വേണ്ട. അടുത്ത ആള് വന്നു കാർ വേണം, വേണ്ട. 100 പേരോട് ചോദിച്ചു കാർ വേണം, അവരോട് വേണ്ട. 101ാമത്തെ ആളോട് ചോദിക്കും. അവർക്ക് നാണമില്ല. നമ്മൾ 2 പേരോട് പറഞ്ഞിട്ട് പിന്നെ വായടക്കി. സാക്ഷികളാണ്. ഈ ഭൂമിയിൽ ദൈവം നമ്മെ ജീവനോട് ആക്കിയിരിക്കുന്ന പ്രധാന ഉദ്ദേശം അവനെ സാക്ഷിക്കാനാണ്. അല്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെടാന്ന് തന്നെ മരിച്ചു പോയാൽ മതി. സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ് രക്ഷിച്ചതെങ്കിൽ, അത് മാത്രമാണ് ഉദ്ദേശമെങ്കിൽ രക്ഷിക്കപ്പെട്ടെന്ന് മരിച്ചാൽ മതിയല്ലോ. കർത്താവ് രക്ഷിതാവായി സ്വീകരിക്കുമെന്ന് പറയും, മരിച്ചു സ്വർഗത്തിൽ പോയി. കർത്താവ് പറഞ്ഞ് ഇപ്പോഴേ ഇങ്ങോട്ട് വരണ്ട, നീ അവിടെ നിൽക്ക്, നിന്നെ കൊണ്ട് ചിലത് എനിക്ക് ചെയ്യിക്കാനുണ്ടാവും. എന്താണ്? ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിപ്പാൻ, നമ്മൾ ആവോളം കർത്താവിനെ കുറിച്ച് പറയുവാൻ. ഒരുപക്ഷെ ഇവിടെ പരസ്യമായി പറയുവാൻ കഴിയാത്തൊരു സാഹചര്യമാണെങ്കിൽ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മളുടെ ചുറ്റുമായിട്ടൊരു സർക്കിൾ ദൈവം തന്നിട്ടുണ്ട്. നമുക്ക് സ്വാധീനമുള്ള ജീവിതങ്ങള്, നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ജീവിതങ്ങള്, അങ്ങനെയുള്ള ആളുകളെ ദൈവം ഏൽപ്പിച്ചിരിക്കാൻ നമ്മളെയാണ്, വേറൊരാളെയല്ല. ആ സർക്കിളിൽ വേറൊരാൾക്ക് വന്ന് അത്രയും സ്വാധീനത്തോടെ സാക്ഷിയാകുവാൻ കഴിയയില്ല. നിങ്ങളെയാണ് ദൈവം കണ്ടിരിക്കുക. നിങ്ങൾ വായിച്ചു നിൽക്കരുത്. സ്തോത്രം. കോടതിയിൽ ഒരുത്തനെ സാക്ഷിയായിട്ട് വിളിച്ചുകൊണ്ടുപോയി. അവൻ കൊലപാതകം എല്ലാം കണ്ടതാ. വിളിച്ചു, വക്കീൽ ചോദിച്ചു താൻ കണ്ടതാണോ? വായടച്ചിരിക്കുക, വാതുറക്കുകയിൽ എന്ത് ചെയ്ത? ജഡ്ജി ചോദിച്ചിട്ടോ താൻ കണ്ടതാണോ? വായുടച്ചിരിക്കുക. വായടച്ചിരിക്കുന്ന സാക്ഷി എന്തിനു കൊള്ളാം? അവൻ പ്രതിഭാഗം ചേർന്നതിന് തുല്യമാണ്. അവൻ പ്രതിയെ സഹായിക്കുക. അതുകൊണ്ട് വാ തുറക്കണം. നാണം വിചാരിക്കേണ്ട കാര്യമേ. യേശുവിനെ കുറിച്ച് പറയുവാൻ നാം ലജ്ജിക്കേണ്ട കാര്യമില്ല. സ്തോത്രം. ഒരു ദൈവദാസൻ ഇങ്ങനെയാണ് പറഞ്ഞത്. ലണ്ടൻ ഒരു ദൈവദാസന്റെ അനുഭവമല്ല. ഒരു ചാപ്ലിൻ ഒരു ജയിലിൽ ചെന്നു. ആ ജയിലില് ഒരാളെ തൂക്കിക്കൊല്ലാനായിട്ട് വിധിച്ചിട്ടിരിക്കുകയാണ്. ഇംഗ്ലണ്ടിലാണ്. ലണ്ടനിലെ ജയിലുകളിൽ ചാപ്ലിൻസ് ഉണ്ട്. അവർ ചെന്ന് സുവിശേഷം പറയും. ആരോടാണ്? തൂക്കിക്കൊല്ലാൻ പോകുന്ന ആളുകളോട് തലേ ദിവസം ചെന്ന് പറയും, സഹോദര, നാളെ നിങ്ങൾ ചെയ്ത കുറ്റത്തിന് ഈ രാജ്യത്തെ നിയമം അനുസരിച്ച് നിങ്ങളെ കൊല്ലാൻ പോകുകയാണ്. എന്നാൽ നിങ്ങളുടെ പാപം ഏറ്റു പറഞ്ഞാൽ ദൈവം നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ നാളെ കൊല്ലുമെങ്കിലും നിങ്ങൾ മരിക്കുമ്പോൾ സ്വർഗത്തിൽ പോകാൻ പറ്റും. പാപം ഏറ്റു പറയുന്നില്ലെങ്കിലോ ഇവിടെ നിങ്ങളെ കൊല്ലുമെന്ന് മാത്രമല്ല, നിങ്ങൾ നരകത്തിൽ പോകും. ഇത് പറയാൻ വേണ്ടി ശമ്പളത്തിന് ആളെ നിർത്തിയിരിക്കുക. അങ്ങനെ ഒരു ചാപ്പിളിൽ ചെന്നു ഒരു കുറ്റവാളിയോട് ഇത് പറഞ്ഞു, നാളെ രാവിലെ നിന്നെ തൂക്കിക്കൊല്ലാൻ പോവുകയാണെന്ന് നിനക്കറിയാമല്ലോ. നീ പാപം ഏറ്റു പറഞ്ഞാൽ നിന്റെ നിത്യത മുഴുവൻ നിനക്ക് സ്വർഗീയ സന്തോഷം അനുഭവിക്കാം. നീ പാപം ഏറ്റു പറയാതെ മരിച്ചാലോ നിത്യത മുഴുവൻ നീ നിത്യ നരകത്തിന്റെ അഗ്നിയിൽ കിടക്കേണ്ടി വരും. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ആള് തിരിച്ചു ചോദിച്ചു ചാപ്പിളിനോട്, അച്ഛൻ പറയുന്ന അച്ഛന് വിശ്വാസമുണ്ട്. എന്താ നീ അങ്ങനെ എന്നോട് ചോദിക്കുന്നത്? എനിക്ക് വിശ്വാസമില്ല, ഞാൻ പറയാൻ വരുമോ? അച്ഛന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, കുറ്റവാളി പറയുക, അച്ഛൻ പറഞ്ഞ മുഴുവൻ ഞാൻ വിശ്വസിക്കുന്ന ആളായിരുന്നെങ്കിൽ, ലണ്ടൻ തെരുക്കളും മുഴുവൻ കുപ്പിച്ചെല്ല് നിരത്തിയിട്ടിരുന്നാലും, എനിക്ക് നടന്നു പോകുവാൻ ആരോഗ്യമില്ലാതെ മുട്ടെ നീന്തി എഴേണ്ടി വന്നാലും, ഓരോ വീട്ടിലും ചെന്ന് കൊട്ടി വിളിച്ച് അവരുടെ കാലയിലോട്ട് വീണുകൊണ്ട് ഞാൻ അവരോട് ഈ സത്യം പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഒരു മനുഷ്യൻ മരിച്ചാൽ അവന് നരകത്തിൽ ചെലവഴിക്കേണ്ടി വരുമെന്ന്, അവർ കർത്താവ് രക്ഷിതാവായി സ്വീകരിച്ചവർ നിത്യത മുഴുവൻ സ്വർഗത്തിൽ ചെലവഴിക്കേണ്ടി വരുമെന്ന് ഉള്ള സത്യം ഞാൻ വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് ദൈവമക്കളെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ ദൗത്യം ഇത് നമുക്ക് ഒഴിഞ്ഞു മാറുവാൻ കഴിയില്ല. ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾ രാവിലെ ഉണർന്നു നോക്കിയപ്പോൾ നാട്ടിലെ രീതി അനുസരിച്ച് ഞാൻ പറയട്ടെ, നിങ്ങൾ രാവിലെ കഥ ഇങ്ങോട്ട് തുറന്നു തന്നെ അകത്തോട്ട് വീഴുന്നു ഒരു ശവം, ഒരു മൃതശരീരം. ആരാണ്ട് ഒരുത്തനെ തല്ലിക്കൊന്ന് രാത്രി നിങ്ങളുടെ പെരയുടെ വാക്കിക്കൊണ്ട് ചാരി വെച്ചിരിക്കുന്നു. കഥ തുറന്നപ്പോൾ അയാൾ വീണ്ടും താഴെ നിങ്ങളുടെ മുമ്പിലോട്ട് പോകും. നിങ്ങൾ നോക്കി, നിങ്ങൾക്കൊരു പരിചയമില്ല, നിങ്ങളതിനെ കണ്ടിട്ടില്ല, നിങ്ങളതിനെ കൊന്നിട്ടില്ല, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. നിങ്ങൾ പറഞ്ഞു, പിള്ളേരെയെല്ലാം വിളിച്ചു, ബാ നമുക്കറിയത്തില്ല, ഇയാളെ ദൂരെ കൊണ്ട് കളയാമെന്ന് പറഞ്ഞ് അപ്പനും മക്കളും കൂടെ പൊക്കി എടുത്തുകൊണ്ട് ദൂരെ കൊണ്ടുപോയി ടച്ചിങ് പോകും.
നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ ഒക്കുമോ? ഇയാളുടെ കുറ്റത്തിൽ നിന്ന് യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കുന്നത് വരെ നിയമത്തിന് മുമ്പിൽ നിങ്ങളാണ് കുറ്റവാളി. നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ വീടിന്റെ വാതിക്കലായി സംഭവിച്ചത്. നിങ്ങളുടെ വീടിന്റെ വാതിക്കൽ സംഭവിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ ഈ ലോകത്തിന്റെ ഗവൺമെന്റ് നിങ്ങളെ വിടത്തില്ല. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഭവനത്തിന്റെ വാതിക്കൽ നിന്ന് ഒരുവൻ നിത്യനരകത്തിലേക്ക് പോയാൽ നിങ്ങൾ അവരോട് സുവിശേഷം പറഞ്ഞിട്ടില്ല എങ്കിൽ സ്വർഗീയ ഗവൺമെന്റ് നിങ്ങളെ ഒഴിവാക്കുമോ? നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട്, ചാർച്ചക്കാരോട്, മക്കളോട്, മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകളോട് കർത്താവായ യേശു ക്രിസ്തു കൂടെയുള്ള രക്ഷയെ കുറിച്ച് പറയുവാൻ നാം എല്ലാവരും ബാധ്യസ്ഥരാണ്. ഈ കുഞ്ഞാടിനെ തിന്നുവാൻ വീട്ടിനടുത്ത് അയൽക്കാരെ കൂടെ ക്ഷണിക്കണമെന്ന് കർത്താവ് പറഞ്ഞു. അടുത്ത വാക്യം, ഓരോരുത്തൻ തിന്നുന്നതിനൊത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടി എടുക്കണം. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. ആട്ടിൻകുട്ടി ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയായിരിക്കണം. ഊനമില്ലാത്ത കുഞ്ഞാടിനെ മാത്രമേ മിസയ്ക്ക് ഇറക്കുവാൻ പാടുള്ളൂ. ആട്ടിൻകുട്ടിക്ക് എന്തെങ്കിലും ഊനമുണ്ട് എങ്കിൽ ആ കുഞ്ഞാണ്ട് രക്തം കൊണ്ട് വിടുതലില്ല. ആരാണ് ഊനമില്ലാത്ത ആട്ടിൻകുട്ടി? ഈ ലോകത്തിൽ മതഗുരുക്കന്മാർ വന്നു, പുണ്യപുരുഷന്മാർ വന്നു, പ്രവാചകന്മാർ വന്നു, മഹാന്മാർ വന്നു, തത്വചിന്തകർ വന്നു. അവർക്കെല്ലാം പാപത്തിന്റെ ഊനമുണ്ടായിരുന്നു. അവർക്കെല്ലാം മരണത്തിന്റെ ഊനമുണ്ടായിരുന്നു. അവർക്ക് താഴ്ച ഉണ്ടായിരുന്നു. എന്നാൽ ഊനമില്ലാത്ത ഒരൊറ്റ കുഞ്ഞാടേ ഉള്ളൂ. അത് ദൈവപുത്രനായ യേശുവാണ്. ഊനമില്ലാത്തതായിരിക്കണം. നമ്മുടെ കുഞ്ഞാട് അറുക്കപ്പെട്ടു, ക്രിസ്തു തന്നെ. നാം പറയുന്ന യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ. മറ്റൊരുത്തലും രക്ഷയില്ല. ചിലർ പറയും അങ്ങനെയൊന്നും പ്രസംഗിക്കരുത്, നാട്ടിൽ തന്നെ അങ്ങനെയുള്ള ഉപദേശമുണ്ട്. ഇപ്പോൾ അങ്ങനെ പ്രസംഗിക്കരുത്. നല്ല ഹിന്ദുക്കൾക്ക് രക്ഷപ്പെടാം, നല്ല മുസ്ലിങ്ങൾക്ക് രക്ഷപ്പെടാം, നല്ല ക്രിസ്ത്യാനികൾക്ക് രക്ഷപ്പെടാം. യേശു ക്രിസ്തുവിൽ കൂടെ മാത്രം രക്ഷയെന്ന് പറയുന്ന പഴഞ്ചൻ ഉപദേശമാണ്. അന്ന് ഈ കാലത്ത് പറയില്ലെന്ന് പലരും പറയാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. കാലം എത്ര മാറിയാലും പഴകാത്ത ദൂതാണിത്. യേശുവിനെ കുറിച്ചുള്ള രക്ഷയുടെ ദൂത്, രക്ഷയുടെ ഉപദേശം ഹിന്ദുമതത്തിലില്ല. ഹിന്ദുമതത്തിൽ രക്ഷയെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല. രക്ഷയെക്കുറിച്ചുള്ള ഉപദേശം ഇസ്ലാം മതത്തിലില്ല. ഒരു മതത്തിലും രക്ഷയെക്കുറിച്ചുള്ള ഉപദേശമില്ല. ഹിന്ദുമതം പഠിപ്പിക്കുന്നത് രക്ഷയെക്കുറിച്ചല്ല, പുനർജന്മത്തെക്കുറിച്ചാണ്. രക്ഷയെക്കുറിച്ചുള്ള ഉപദേശം കർത്താവിന്റെ ഉപദേശമാണ്, ദൈവവചനത്തിന്റെ ഉപദേശമാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്ന മറ്റൊരുത്തലിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴില് മനുഷ്യരുടെ ഇടയില് യേശു എന്ന ഏക നാമമല്ലാതെ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. സ്തോത്രം. അത് പറഞ്ഞതുകൊണ്ടാണ് വിശുദ്ധന്മാർ രക്തസാക്ഷികളായി തീർന്നത്. അത് പറഞ്ഞതുകൊണ്ടാണ് കല്ലെറിഞ്ഞു കൊന്നത്. അത് പറഞ്ഞുകൊണ്ടാണ് സിംഹങ്ങളുടെ ഗുഹയിലേക്ക് വലിച്ചെറിഞ്ഞത്. അത് പറഞ്ഞുകൊണ്ടാണ് വാളാൽ അറുക്കപ്പെട്ടത്. സ്തോത്രം. അവർ രക്തം കൊടുത്ത് സ്ഥാപിച്ച ഈ ഉപദേശത്തെ അയക്കുവാൻ നമുക്ക് കഴിയയില്ല. ദൈവത്തിന് സ്തോത്രം. ഇതാണ് സുവിശേഷത്തിന്റെ മുള്ള. ഇതാണ് യഹൂദന്മാർക്ക് ഇടർച്ച. ഇതാണ് യവനന്മാർക്ക് ഭോഷത്വം. ക്രൂശിക്കപ്പെട്ട യേശു യവനന്മാർക്ക് ഭോഷത്വമാണ്, യഹൂദന്മാർക്ക് ഇടർച്ചയാണ്. എന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷയ്ക്കായി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. സ്തോത്രം. ഊനമില്ലാത്തൊരു കുഞ്ഞാടേ ഉള്ളൂ. അത് ദൈവ കുഞ്ഞാടായ ക്രിസ്തുവാണ്. യേശുവിന് ഊനമുണ്ടെന്ന് തെളിയിക്കാൻ ചില ആളുകളൊക്കെ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. യേശുവിന് നമ്മളെ പോലെ പാപം ഉണ്ടായിരുന്നുവെന്നും പ്രലോഭനങ്ങൾ ഉണ്ടായിരുന്നുവെന്നും യേശുവിന്റെ 6-ാം തിരുമുറിവെന്നും അന്ത്യപ്രലോഭനം എന്നൊക്കെ പറഞ്ഞുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ അന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദാ പറഞ്ഞത് എന്താണ്? അയ്യോ, കുറ്റമില്ലാത്ത രക്തം ഞാൻ കാണിച്ചു കൊടുത്തു. അവനെ വിസ്തരിച്ച ജഡ്ജി എന്നാണ് പറഞ്ഞത്? ഈ മനുഷ്യനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല, ഇവനെ വിട്ടയക്കും. യേശു എന്താണ് പറഞ്ഞത്? നിങ്ങളിൽ ആർക്ക് എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ കഴിയും? 12 ശിഷ്യന്മാരെ യേശു കൊണ്ടു നടന്നതിൽ ഒരുത്തൻ നരകത്തിന്റെ പ്രതിനിധിയായിരുന്നു. യേശു പറഞ്ഞു, നിങ്ങളൊരുത്തൻ പിശാച. ഈ നരകത്തിന്റെ പ്രതിനിധി, പിശാചിന്റെ പ്രതിനിധിയായ ഒരുത്തനെ കൂടെ 12 കൂടരുടെ കൂട്ടത്തിൽ കൊണ്ടു നടക്കുക. എന്തിനാ നരകത്തിന്റെ പ്രതിനിധിയെ കൊണ്ടു നടക്കുന്നത്? അവൻ നോക്കുകയാണ് യേശു പോകുന്ന സ്ഥലങ്ങൾ, യേശുവിന്റെ സംസാരം, യേശുവിന്റെ ഇരിപ്പ്, യേശുവിന്റെ പണമിടപാട്, യേശുവിന്റെ പ്രൈവറ്റ് ലൈഫ്. ഇവിടെ എവിടെയെങ്കിലും ശകല ഊനം തട്ടുകയാണെങ്കിൽ യേശുവിന് വീണ്ടെടുക്കാൻ കഴിയില്ല മനുഷ്യനെ. അതിന് ഊനമുണ്ടോ എന്ന് നോക്കുവാൻ ഇവൻ ഇങ്ങനെ സൂക്ഷിച്ച് 3.5 കൊല്ലം കൂടെ നടന്ന് പഠിച്ചേച്ച് ഒടുവിൽ അവൻ കൊടുത്ത റിപ്പോർട്ട് എന്താണ്? അവൻ ചാകുന്നതിന് മുമ്പ് വിളിച്ചു പറഞ്ഞു, അയ്യോ, കുറ്റമില്ലാത്ത രക്തമാണ് ഞാൻ കാണിച്ചു കൊടുത്തത്, ഇവന്റെ രക്തത്തിൽ ഒരു കുറ്റവുമില്ല എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദാ പോലും വിളിച്ചു പറഞ്ഞു, അവൻ ഊനമില്ലാത്തവനാണ്. സ്തോത്രം. ഊനമില്ലാത്ത കുഞ്ഞാട്. അടുത്തത് 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കും. അടുത്തത് 14-ാം തീയതി വരെ സൂക്ഷിക്കണം. എന്നാ വേർതിരിച്ചത്? 10-ാം തീയതി. 10-ാം തീയതി വേർതിരിച്ചു, 14-ാം തീയതി വരെ.
എത്ര ദിവസം സൂക്ഷിച്ചു? ദൈവത്തിന് ഒരു ദിവസം 1000 വർഷം, 4 ദിവസം 4000 വർഷം. ആദാമ്യ വീഴ്ച മുതൽ വേദപുസ്തക കണക്കിന് പ്രകാരം 4000 വർഷം തികഞ്ഞപ്പോഴാണ് യേശു ക്രൂശിൽ മരിച്ചത്. യേശു ജനിക്കാൻ 1500 കൊല്ലം മുമ്പ് എഴുതിയതാ ഇത്. യേശു ജനിച്ചു കഴിഞ്ഞ് ഈ കണക്കൊപ്പിച്ചെഴുതിയതല്ല. യേശു ജനിക്കുന്നതിന് 1500 കൊല്ലം മുമ്പ് എഴുതി വച്ചിരിക്കുകയാണ്. 4 ദിവസം കഴിഞ്ഞാണ് ഇറക്കേണ്ടത്. ഇവനെ വേർതിരിച്ചതെന്നാണ് വെളിപ്പാട് 13-8 മുമ്പ് വായിച്ചില്ലേ? ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 13-8 ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട്. ലോകമെന്നത് അവിടെ യുഗമെന്ന വാക്കാണ്. യുഗസ്ഥാപനം മുതൽ, ഈ ലോക വ്യവസ്ഥിതി ആരംഭിച്ചത് മുതൽ, പ്രപഞ്ചത്തിന്റെ ആരംഭമല്ല, ആദാമിന്റെ വീഴ്ച മുതൽ. ആദാമിന്റെ വീഴ്ചയെങ്കിലാണ് അവൻ അറുക്കപ്പെട്ടത്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും, സർപ്പം അവന്റെ കുതികാൽ തകർക്കുമെന്ന് ദൈവം പറഞ്ഞു. സ്ത്രീയുടെ സന്തതി യേശുവാണ്, മശിഹായാണ്. അവൻ സർപ്പത്തിന്റെ തലയെ തകർക്കും. സർപ്പം എന്ത് ചെയ്യും? അവന്റെ കുതികാല് തകർക്കും. ആരുടെ? സ്ത്രീയുടെ സന്തതിയുടെ, അഥവാ മശിഹായുടെ. ഇതാണ് മശിഹായെ കുറിച്ച് ബൈബിളിലുള്ള ഒന്നാമത്തെ പ്രോമിസ്. ഉൽപ്പത്തി 3:15. The seed of the woman shall bruise the head of the serpent. സ്ത്രീയുടെ സന്തതി വന്ന് സർപ്പത്തിന്റെ തലയെ തകർക്കും, സർപ്പം അവന്റെ കുതികാല് തകർക്കും. അതിന്റെ അർത്ഥം സ്ത്രീയുടെ സന്തതിയുടെ മശിഹായുടെ യേശുവിന്റെ കാല് മുറിയും. അവൻ മുറിവേറ്റുകൊണ്ടാണ് സർപ്പത്തിന്റെ തലയെ തകർക്കുന്നത്. അവന്റെ രക്തം ഒഴുക്കിക്കൊണ്ടാണ് അവൻ സർപ്പത്തിന്റെ തലയെ തകർക്കുന്നത്. കാൽവരി ക്രൂശിൽ യേശുവിന്റെ കൈകളും കാലുകളും തുളയ്ക്കപ്പെട്ട് അവൻ മുറിവേറ്റ് യാഗമായി മരിക്കുന്ന മരണത്തിലൂടെ അവൻ സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്നാണ് ദൈവം പറഞ്ഞത്. ഇത് പറഞ്ഞിട്ട് ദൈവം അവർക്ക് തോല് കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. എന്ത് തോല്? മൃഗത്തിന്റെ തോല്. ഏത് മൃഗം? ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട മൃഗം. ഏത്? ആട്ടിൻകുട്ടി. ഒരാടിനെ അറുത്ത്, ഏതും തോട്ടത്തിന്റെ വാതിക്ക് ഒരു ആടിനെ അറുത്ത് അതിനെ തോലെടുത്ത് അവരെ ഉടുപ്പിച്ചിട്ട് അവരോട് പറഞ്ഞു, ഈ ആടിനെ കൊല്ലപ്പെട്ടതുപോലെ സ്ത്രീയുടെ സന്തതി വന്ന് മുറിവേറ്റ നിങ്ങൾക്ക് വേണ്ടി വീണ്ടെടുപ്പ് ഒരുക്കും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഹാബേൽ വിശ്വസിച്ചത്. കായീൻ വിശ്വസിച്ചില്ല. അതുകൊണ്ട് ഹാബേൽ വന്നപ്പോൾ ആട്ടിൻകുട്ടിയും കൊണ്ടുവന്നു, കായീൻ കൃഷി സാധനവുമായിട്ട് വന്നു. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായീന്റെ ഉത്തമമായി യാഗം കഴിച്ചു. ഹാബേൽ വിശ്വസിച്ചത് സ്ത്രീയുടെ സന്തതി വരും, അവൻ യാഗമായി തീരും. ആട്ടിൻകുട്ടി അറുക്കപ്പെട്ടു ലോകസ്ഥാപനം മുതൽ. ലോകസ്ഥാപനത്തിങ്കൽ യേശു വേർതിരിക്കപ്പെട്ടു. മശിഹ മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ആദാമിന്റെ വീഴ്ചയുടെ സമയത്ത് തന്നെ സ്വർഗം വേർതിരിച്ചു. അത് കഴിഞ്ഞ് 4000 കൊല്ലം കഴിഞ്ഞപ്പോൾ കാൽവറിയിൽ അവൻ യാഗമായി. ഇതാണ് 4 ദിവസം കൊണ്ട് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. 14-ാം തീയതി അതിനെ സൂക്ഷിക്കണം. അടുത്ത വാചകം അത് ശ്രദ്ധിക്കേണ്ട ഒരു വാചകമാണ്. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. ഒരു കുടുംബത്തിന് ഒരാട്ടിൻകുട്ടി. 6 ലക്ഷം കുടുംബങ്ങൾ അന്ന് ഇസ്രായേലിലുണ്ട്. 6 ലക്ഷം കുടുംബങ്ങൾക്ക് 6 ലക്ഷം ആട്ടിൻകുട്ടികൾ. 6 ലക്ഷം ആട്ടിൻകുട്ടികളെയാണ് ഇസ്രായേൽ സഭ അന്ന് സന്ധ്യയ്ക്ക് അറുക്കേണ്ടത്. അങ്ങനെയെങ്കിൽ വ്യാകരണ നിയമം അനുസരിച്ച്, എബ്രായ ഭാഷയിലെയും മലയാളത്തിലെയും എല്ലാം വ്യാകരണ നിയമം അനുസരിച്ച് ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അവയെ അറുക്കണം എന്നാണ് എഴുതേണ്ടത്. ബഹുവചനത്തിൽ 6 ലക്ഷം ആട്ടിൻകുട്ടികളെ അന്ന് അറക്കാൻ പോകുന്ന ഇസ്രായേൽ സഭ. അങ്ങനെയെങ്കിൽ വേദപുസ്തകത്തിൽ എഴുതേണ്ടത് ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അവയെ അറുക്കണം. എന്നാൽ പരിശുദ്ധാത്മാവ് വേദപുസ്തകത്തിൽ എഴുതി ചേർത്തത് അതിനെ അറുക്കണമെന്ന ഏകവചനത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. 6 ലക്ഷം ആട്ടിൻകുട്ടികളെ അറുത്തിട്ടും പരിശുദ്ധാത്മാവ് എഴുതി അതിനെ അറുക്കണം. കാരണം എന്താ? പരിശുദ്ധാത്മാവിന് ഇസ്രായേൽ മക്കൾ അറുത്തുകൂട്ടി 6 ലക്ഷം ആട്ടിൻകുട്ടികൾ അല്ല വിഷയം, അറുക്കപ്പെടുന്ന ഒരൊറ്റ കുഞ്ഞാടാ. പ്രൈസ് ദി ലോർഡ്. നല്ല സൂര്യന്റെ പ്രകാശമുള്ള ദിവസത്തിൽ 100 പാത്രത്തിൽ വെള്ളമെടുത്ത് മുറ്റത്ത് വെച്ചിട്ട് നിങ്ങൾ നോക്ക്. ഓരോ പാത്രത്തിലും ഓരോ സൂര്യനെ കാണും. 100 പാത്രത്തിൽ 100 സൂര്യൻ. ആകെ 100 സൂര്യന്മാരാണോ അതോ ഒരു സൂര്യന്റെ നിഴലാണോ 100 പാത്രത്തിലും കാണുന്നത്? ഒറ്റ സൂര്യനേ ഉള്ളൂ, അതിന് നിഴലാണ് 100 പാത്രത്തിലും. ഈ 6 ലക്ഷം ആട്ടിൻകുട്ടികളും ഒരൊറ്റ കുഞ്ഞാടിന്റെ നിഴലാണ്. ദൈവ കുഞ്ഞാടാ യേശുവിന്റെ നിഴലാണ്. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് അതിനെ അറുക്കണം. പ്രൈസ് ദി ലോർഡ്. അടുത്തത് മതി. കുഞ്ഞാടിനെ അറുത്താൽ മാത്രം പോരാ,
പെസഹായിക്ക് വേണ്ടി, പെസഹായിലൂടെയുള്ള വിടുതലിന് വേണ്ടി ആട്ടിൻകുട്ടിയെ അറുത്താൽ മാത്രം പോരാ. അറുത്ത ആട്ടിൻകുട്ടിയുടെ രക്തമെടുത്ത് തങ്ങൾ പാർക്കുന്ന വീടുകളുടെ കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമ്പടിമേലും പുരട്ടണം. കാൽവറിയിൽ യേശു യാഗമായതുകൊണ്ട് വിടുതലില്ല. വിടുതൽ കിട്ടണമെങ്കിൽ അവന്റെ യാഗരക്തം നിന്റെ ജീവിതത്തിൽ തളിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞാടിനെ അറുത്തത് കൊണ്ട് വിടുതലില്ല. കുഞ്ഞാന്റെ രക്തം അപ്ലൈ ചെയ്താലേ വിടുതലുള്ളൂ. പ്രൈസ് ദി ലോർഡ്. യേശു ക്രൂശിൽ മരിച്ചത് മുഴുവൻ ലോകത്തിനും വേണ്ടിയാണ്. സകല മനുഷ്യവർഗത്തിനും ആദാമ്യ സന്തതിക്ക് മുഴുവൻ വേണ്ടി യേശു ക്രൂശിൽ മരിച്ചു. എന്നാൽ ഭൂരിപക്ഷം മനുഷ്യരും നരകത്തിലേ പോകത്തുള്ളൂ. എങ്ങനെ അറിയാം? യേശു പറഞ്ഞു, നാശത്തിലേക്ക് പോകുന്ന വഴി വീതിയുള്ളതും വിശാലവുമാകുന്നു, അതിലേ പോകുന്നവർ അനേകരാകുന്നു. ജീവനിലേക്ക് പോകുന്ന വഴി ഇടുക്കവും ഞെരുക്കമുള്ള, അതിലേ പോകുന്നവർ ചുരുക്കം. ഭൂരിപക്ഷം ആളുകളോട് പോവും, നരകത്തിൽ പോകും. എന്താ കാര്യം? അവർക്ക് വേണ്ടി യേശു മരിച്ചതല്ലേ? അവർക്ക് വേണ്ടി യേശു മരിച്ചതാ. പക്ഷേ അവനെ വിശ്വാസത്താൽ സ്വീകരിക്കുന്നവർക്ക് രക്ഷയുള്ളൂ. ആ രക്തത്താൽ കഴുകൽ പ്രാപിക്കുന്നവർക്ക് വിടുതലുള്ളൂ. സ്തോത്രം. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അനേകർ ധരിച്ചേക്കുന്ന ആട്ടിൻകുട്ടി അറുത്തതാണല്ലോ, അതുകൊണ്ട് വിടുതലുണ്ട്. യേശു ക്രൂശ് മരിച്ചാണല്ലോ, അതുകൊണ്ട് വിടുതലുണ്ട്. എല്ലാവരും രക്ഷിപ്പാനല്ലേ യേശു മരിച്ചത്, ശരിയാ. പക്ഷേ ഈ രക്തം തളിക്കുന്നവർക്ക് മാത്രമേ വിടുതലുള്ളൂ. അങ്ങനെയെങ്കിൽ യേശു രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയത് ലോകത്തെയാണോ സഭയെയാണോ? രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് സഭ. യേശു രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയത് ലോകത്തെയാണോ? ലോകത്തിന് മുഴുവൻ വേണ്ടിയാണ് അവൻ രക്തം ചിന്തിയത്. എന്നാൽ ആ രക്തത്തിന് സാധ്യത അനുഭവിക്കുന്നത് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ മാത്രമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഒരുത്തൻ വയല് കണ്ടു, അവൻ ഉണ്ടായിരുന്നതെല്ലാം കൊടുത്ത് വയല് വാങ്ങിച്ചു. കൃഷി ചെയ്യാനാണോ? വയലിന് വേണ്ടിയാണോ വില കൊടുത്തത്? അല്ല, അതിനകത്തൊരു നിധി ഇരിപ്പുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ നിധി സ്വന്തമാക്കാനാണ് തന്റെ മുതലെല്ലാം കൊടുത്തത്, വാങ്ങിച്ചത്. സ്തോത്രം. ഇതുപോലെ ലോകമാകുന്ന വയലില് ദൈവത്തിന്റെ സഭയാകുന്ന നിധി ഒളിഞ്ഞിരിക്കുകയായിരുന്നു. അത് കണ്ടുകൊണ്ട് ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടിയാണ് അവൻ കാൽവറി രക്തം കെട്ടിവെച്ചത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. രക്തം തളിക്കുന്നവന് മാത്രമേ വിടുതലുള്ളൂ. ആ കുഞ്ഞാട് രക്തമെടുത്ത് നിങ്ങൾ പാർക്കുന്ന വീടിന്റെ കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമ്പടി മേലും പരട്ടണം. അങ്ങനെ എഴുതിയിരിക്കുന്നത്. കട്ടളക്കാലിന് പറഞ്ഞപ്പോൾ 2 കട്ടളക്കാലും പറഞ്ഞു, കുറുമ്പടി പറഞ്ഞപ്പോൾ 1 പറഞ്ഞു. ലിൻഡൽ എന്ന പദമാണ്. ലിൻഡൽ എന്ന് പറഞ്ഞ മേളത്തെ കുറുമ്പടി, താഴത്തെ കുറുമ്പടി രക്തം പുരട്ടണ്ട. പെസഹാ കുഞ്ഞാണ്ട് രക്തം താഴത്തെ കുറുമ്പടിയെ പുരട്ടാൻ പാടില്ല. കാരണം ഇതേ ചവിട്ടിയേച്ചു പോകാൻ ദൈവം ഒരുത്തനെ അനുവദിക്കുകയില്ല. എന്നെ കേൾക്ക സഹോദര സഹോദരി, ഇതുവരെ നീ രക്തത്താൽ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി വചനം കേട്ട് രക്തത്തെ ചവിട്ടിയേച്ചു പോകുവാൻ സ്വർഗം നിന്നെ അനുവദിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യനെയും രക്തം ചവിട്ടിയേച്ചു പോകാൻ അനുവദിക്കുകയില്ല. മാത്രമല്ല, രക്തത്തെ കവച്ച് കടന്നു പോകാനും സമ്മതിക്കുകയില്ല. ഈ രക്തത്തെ മറികടക്കാൻ അവൻ സമ്മതിക്കുകയില്ല. അതുകൊണ്ടാണ് താഴത്തെ കുറുമ്പടിയിൽ പുരട്ടണ്ട, കട്ടളക്കാൽ രണ്ടിന്മേലും മേലത്തെ കുറുമ്പടിയും പുരക്കിയാൽ മതി. അടുത്ത വാക്യം. അതിനകത്തിരിക്കണം ഇവര്. രക്തം പുരട്ടിയേച്ച് തോന്നിവാസം നടന്നാലൊക്കെയല്ല. രക്തം പുരട്ടിയവര് രക്തം പുരട്ടിയ വീടുകൾക്ക് അകത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. സമൂഹാരൂപൻ അർദ്ധരാത്രിക്ക് വാളുമായിട്ട് വരുമ്പോൾ അവൻ നോക്കുന്ന രക്തം മാത്രമാണ്. സമൂഹാരൂപൻ അർദ്ധരാത്രിക്ക് മിസ്രൈം തെരുവിലൂടെ നടക്കുകയാണ്. സിംഹാസനത്തിൽ ഇരിക്കുന്ന ഫറവോന്റെ ആദ്യയാതൻ മുതൽ കുണ്ടറയിൽ കിടക്കുന്ന തടവുകാരന്റെ ആദ്യയാതൻ വരെ അന്ന് രാത്രി കൊല്ലപ്പെട്ടു. മിസ്രൈമിലെങ്ങും വലിയ നിലവിളി ഉണ്ടായി. സമൂഹാരൂപൻ ഒറ്റ കാര്യമേ നോക്കത്തുള്ളൂ, രക്തമുണ്ടോ, രക്തമുണ്ടോ. രക്തമില്ലാത്ത വീടുകളിലേക്ക് അവൻ കയറും. രക്തം കാണുമ്പോൾ അവൻ ഒഴിഞ്ഞ് കടന്നു പോകും. യഹൂദന്മാരുടെ പാരമ്പര്യ കഥയിൽ ഒരു യഹൂദ കുടുംബത്തിന്റെ കഥയുണ്ട്. അതിങ്ങനെയാണ്. കുഞ്ഞാടിനെ അറുത്ത് രക്തം പുരട്ടിയാലേ വിടുതലുള്ളെന്ന് മോശ പറഞ്ഞു. ഒരു കുടുംബക്കാര് പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ ആടിനെ അറുത്ത് അതിന്റെ ചോര പുരട്ടിയുള്ള രക്ഷയൊന്നും വേണ്ട. ഞങ്ങളെ ഒന്നാന്തര യഹൂദന്മാരാ, കാറാ തീർന്നവരാ, ഞങ്ങൾക്ക് നല്ല പാരമ്പര്യമുള്ള ആളുകളാ. നിങ്ങൾ പറയുന്ന ആടിനെ തല്ലിക്കൊന്ന് അതിന്റെ ചോരയും പുരട്ടി അതിനകത്ത് കയറിയിരുന്ന് പാട്ടും പാടിയുള്ള രക്ഷയൊന്നും ഞങ്ങൾക്ക് വേണ്ട. ദൈവം ഇസ്രായേൽ മക്കളെ ഇവിടുന്ന് കൊണ്ടുപോവാണ്, ഞങ്ങളെ ഇവിടെ ഇട്ടൊന്നും പോകത്തില്ല, ഞങ്ങളെയും കൊണ്ടുപോകും. ആ സമയത്താണ് സംഹാരദൂതൻ ഊരിയ വാളുമായിട്ട് വരികയാണ്. അടുത്ത വീടുകളൊക്കെ നിലവിളി ഉയർന്നപ്പോ പേടിയായി. പെട്ടെന്ന് അവരോടി അവരോട് ചെന്ന് വിളിച്ചു. അവരോനെ ഒരു അബദ്ധം പറ്റിപ്പോയി,
ഞങ്ങള് പെസഹ കുഞ്ഞാടിന്റെ അടുത്ത് രക്തം പുരട്ടിയില്ല. ഇത്രയും ഗൗരവമാണെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. അതുകൊണ്ട് അഗൗരവം വന്ന് ഞങ്ങളുടെ വീടിന്റെ വാതിൽക്കൽ ഒന്ന് നിൽക്കണം. സമാധാനദൂതം വരുമ്പോൾ നിന്റെ 2 കൈയുമ്പോക്ക് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് മധ്യസ്ഥ അണയ്ക്കണം. അഗൗരവം പറഞ്ഞ് എന്തോ ചെയ്യാനാ, നിങ്ങളുടെ രക്തമൊക്കെ പുരട്ടേണ്ടതായിരുന്നു, ഏതായാലും ഞാൻ വരാം. അഗൗരവം പതുക്കെ വന്ന് വാതിൽക്കൽ അങ്ങനെ നിൽക്കുകയാണ്. ഊരിയ വാളും പിടിച്ചുകൊണ്ട് സമാധാനദൂതൻ നടന്നു വരികയാണ്. ആ വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ അവരും 2 കൈയും പൊക്കിക്കൊണ്ട് പറഞ്ഞു, അയ്യോ സമാധാനദൂത, ഇതാ നമ്മുടെ കൂട്ടർ തന്നെയാ, നമ്മുടെ ആൾക്കാരാ. ഒരു ചെറിയ അബദ്ധം പറ്റിയെന്നേ ഉള്ളൂ, രക്തം പുരട്ടിയില്ല. സമാധാനദൂതന്റെ മറുപടി, അഗരോനെ, ഇന്ന് രാത്രി നിന്റെ വീട്ടിലാണെങ്കിലും അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാൻ രക്തമില്ല എങ്കിൽ നിന്റെ ആദ്യാദൻ ഛേദിക്കപ്പെടും. വിടുതലിന് വേണ്ടി ഒറ്റ മാർഗമേ ഉള്ളൂ, വീണ്ടെടുപ്പിന് വേണ്ടി ഒറ്റ മാർഗമേ ഉള്ളൂ. അത് അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാന്റെ രക്തമാണ്. Praise the Lord. Hallelujah. Hallelujah. സ്തോത്രം. Amen. Hallelujah. അവരാ വീടിനകത്തിരിക്കണം. വീടിനകത്തിരുന്നാ പോരാ, ഏത് കുഞ്ഞാണ്ട് രക്തമാണോ കട്ടളക്കാരണ്ടിൽ മേലും കുറുമ്പടി മേലും പുരട്ടിയത്, ആ കുഞ്ഞാടിനെ അവർ തിന്നോണ്ടിരിക്കണം. Praise the Lord. അതിനകത്തിരുന്ന് കുഞ്ഞാടിനെ തിന്നുകയാണ്. കുഞ്ഞാടിനെ തിന്നുമ്പോൾ അതിന്റെ കൂടെ തിന്നേണ്ട കാര്യം കൂടെ ഉണ്ട്. 8-ാം വാക്യം. അതിന്റെ മുകളിലത്തെ വാക്യം 8-ാം വാക്യം. തീയിൽ ചുട്ടെടുത്ത കുഞ്ഞാട്, അറുക്കപ്പെട്ട ഈ കുഞ്ഞാട് കൂടാതെ തീക്കകത്ത് ചുട്ടെടുത്തു. തീക്കകത്ത് അന്ന് ചുടുന്നത് വലിയ ഒലിവ് മരത്തിന്റെ കൊമ്പുകൾ വെട്ടിയെടുക്കും, കവരമുള്ള കൊമ്പുകൾ. അതിൽ ഈ കുഞ്ഞാടിനെ ബന്ധിക്കും. ആ കൊമ്പ് കണ്ടാൽ ക്രൂശ് പോലെ ഇരിക്കും. ബദാമിന്റെ കൊമ്പുകളും മുകളിലോട്ട് പൊങ്ങുന്ന ബദാമിന്റെ മരത്തിന്റെ 2 പാർശ്വങ്ങൾ നിർത്തി അവർ വെട്ടിയെടുക്കും, കുരിശു പോലെ. അതിലോട്ട് ആട്ടിൻകുട്ടിയെ വയ്ക്കും. അത് കൊണ്ടുവന്ന് വലിയ തീ ജ്വാല ഉണ്ടാക്കിയിട്ട് 3-4 വീട്ടുകാർ അവിടോട്ട് കൊണ്ടുവച്ച് ചുട്ടെടുക്കുകയാണ്. അങ്ങനെ തീയിൽ ചുട്ടെടുക്കണം. പോരാ, അതിന് കൂടെ എന്തോ തിന്നണം? പുളിപ്പില്ലാത്ത അപ്പവും കയ്പ് ചീരയും തിന്നണം. പെസഹ കഴിക്കുന്ന ആളുകൾ, കുഞ്ഞാടിനെ തിന്നുന്ന ആളുകൾ, അവരതിൻ്റെ കൂടെ തിന്നേണ്ടത് പുളിപ്പില്ലാത്ത അപ്പമായിരിക്കണം, കയ്പ് ചീരയായിരിക്കണം. എന്താ പുളിപ്പില്ലാത്ത അപ്പം? 1 കൊരിന്ത്യർ 5-ാം അധ്യായം 7-ാം വാക്യം. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളയുവിൻ. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, പഴയതൊന്നും ഇനി വേണ്ടാന്ന്. എന്താ പഴയത്? തിന്മ, ദുഷ്ടത ആയ പുളിമാവ് കൊണ്ടല്ല, പിന്നെ സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ടു തന്നെ ഉത്സവം ആചരിക്കുക. സ്തോത്രം. പെസഹായുടെ ഉത്സവം എങ്ങനെ ആചരിക്കണം? വിശുദ്ധ ജീവിതം കൊണ്ട് ആചരിക്കണം. അശുദ്ധമായ ഉപദേശം, അശുദ്ധമായ ജീവിതം, ഇതാണ് പുളിപ്പിനെ കാണിക്കുന്നത്. നിങ്ങൾ പരീശന്മാരുടെ പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളുവിൻ യേശു പറഞ്ഞു. എന്താ പരീശന്മാരുടെ പുളിച്ച മാവ്? അവരുടെ ഉപദേശങ്ങളായിരുന്നു. ഹെരോദാവിന്റെ പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളാൻ യേശു പറഞ്ഞു. എന്താണ് ഹെരോദാവിന്റെ പുളിച്ച മാവ്? ദുർനടപ്പിന്റെ ജീവിതമായിരുന്നു, അശുദ്ധമായ ജീവിതം. അശുദ്ധമായ ഉപദേശങ്ങളും അശുദ്ധമായ ജീവിതങ്ങളും ഉപേക്ഷിച്ചിട്ട് സത്യവും സ്വച്ഛതയുമായ പുളിപ്പില്ലായ്മ കൊണ്ടാണ് ഉത്സവം ആചരിക്കേണ്ടത്. സ്തോത്രം. പുളിപ്പില്ലായ്മയ്ക്ക് വേറെ ഒരു വ്യാഖ്യാനം വേദപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് തന്നെ ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. ആവർത്തനം 16:3. നിങ്ങൾ പെസഹയോടുകൂടെ അതിനോടുകൂടെ ഓർക്കേണ്ടതിന് അതിനോടുകൂടെ പെസഹായോടുകൂടെ പുളിച്ച അപ്പം തിന്നരുത്. നീ കഷ്ടതയുടെ ആഹാരമായ പുളിപ്പില്ലാത്ത അപ്പം 7 ദിവസം തിന്നണം. സ്തോത്രം. എന്താണ് പുളിപ്പില്ലാത്ത അപ്പം? കഷ്ടതയുടെ ആഹാരം. സ്തോത്രം. നീ കഷ്ടതയുടെ ആഹാരമായ പുളിപ്പില്ലാത്ത അപ്പം 7 ദിവസം തിന്നേണം. അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാടിനെ തിന്നുന്ന ആളുകൾക്ക് അതിന്റെ കൂടെ തിന്നാൻ ദൈവം തന്നിരിക്കുന്നത് കഷ്ടതയുടെ ആഹാരമായ പുളിപ്പില്ലാത്ത അപ്പമാണ്. പുതിയൊരു ഉപദേശമുണ്ട്.
ദൈവമക്കൾക്ക് കഷ്ടതയില്ലെന്ന് വിശ്വസിക്കരുത്. ദൈവവചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെ നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കിടക്കേണ്ടതാണ്. ദൈവവചനം പറയുന്ന ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകുമെന്ന്. ഇത് നമ്മുടെ അപ്പമാ. ഞായറാഴ്ച മാത്രം നിന്നാ മതിയോ? കഷ്ടതയുടെ ആഹാരം ഞായറാഴ്ച മാത്രം മതിയോ? തിങ്കളാഴ്ച മാത്രം മതിയോ? ചൊവ്വാഴ്ച മാത്രം മതിയോ? എത്ര ദിവസം തിന്നണം? 7 ദിവസം തിന്നാനുള്ള ഇതാ. പ്രൈസ് ദി ലോർഡ്. ഈ കുഞ്ഞാണ്ട് രക്തത്തിനകത്തിരിക്കുന്ന ആളുകളുടെ എല്ലാം മുമ്പിലിരിക്കുന്ന പാത്രത്തിലെ അപ്പം കഷ്ടതയുടെ അപ്പമാ. സാക്ഷി പറയാൻ പറഞ്ഞാൽ ഓരോരുത്തർ എഴുന്നേറ്റ് പറയും അവർ തിന്ന അപ്പം എന്തോ ആണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ആൾ എഴുന്നേറ്റ് പറയും അയാളുടെ പാത്രത്തിൽ 7 ദിവസം തിന്നത് എന്തോ ആണെന്ന്. എല്ലാവർക്കും തിന്നാനുള്ള ഇത്. അതിന്റെ കൂടെ കൂട്ടാനുള്ളത് എന്തുവാ? കയ്പ് ചീര. അതിന് വ്യാഖ്യാനം വേണോ? അതിന്റെ പേര് കേട്ടാൽ തന്നെ അറിയാമല്ലോ. കയ്പ് ചീര. കയ്പിന്റെ അനുഭവങ്ങൾ, വേദനയുടെയും കയ്പിന്റെ അനുഭവങ്ങൾ സഹിച്ചുകൊണ്ടാണ് പെസഹ കുഞ്ഞാടിനെ തിന്നുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ശിഷ്യന്മാരാകാൻ കഴിയുകയില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അനുഗമിപ്പാൻ കഴിയുകയില്ല. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ നാൾതോറും അവർ തന്നെത്താൻ ത്യജിക്കണം, തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പുറകെ വരണം. എന്റെ ക്രൂശ് എടുത്തുകൊണ്ട് വരാനല്ല യേശു പറഞ്ഞത്, അവനവന്റെ ക്രൂശ് എടുക്കണമെന്നാ പറഞ്ഞത്. ഓരോരുത്തർക്കും ഓരോ ക്രൂശ് ദൈവം നൽകിയിട്ടുണ്ട്. ആ ക്രൂശ് കഷ്ടതയുടെ ക്രൂശാണ്, വേദനയുടെ ക്രൂശാണ്, നിന്ദയുടെ ക്രൂശാണ്, അപമാനത്തിന്റെ ക്രൂശാണ്. ആ ക്രൂശും എടുത്തുകൊണ്ട് യേശുവിന്റെ പുറകെ ചെല്ലണം. അങ്ങനെയുള്ളവർക്കേ അവനെ അനുഭവിപ്പാൻ കഴിയുള്ളൂ. സ്തോത്രം. ഒരിക്കലും ദൈവദാസന്റെ ജീവിതത്തിൽ വലിയ കഷ്ടത ഉണ്ടായപ്പോൾ അയാൾ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, എന്റെ ദൈവമേ, ഈ ക്രൂശ് ഒന്ന് മാറ്റി വേറെ ഇതിനേക്കാൾ ഭാരം കുറഞ്ഞൊരു ക്രൂശ് തരണേ. കർത്താവ് ഒരു ദർശനം കൊടുത്തു. ആ ദർശനത്തിൽ പഴയ ക്രൂശെല്ലാം വെച്ചേക്കുന്ന ഗോഡൌണി ഇങ്ങനെ കൊണ്ടുവന്നു. എടുത്തോളാൻ പറഞ്ഞു, മകനെ, നിന്റെ ക്രൂശ് ഒരു മൂലയ്ക്ക് വെച്ചാൽ നിനക്ക് വേണ്ടിയ ക്രൂശ് എടുത്തോളാൻ പറഞ്ഞു. നടന്നു ചെന്ന് ഒരു ക്രൂശിലോട്ട് പിടിച്ചു പൊക്കി. അയ്യോ, സ്തേഫാനോസിന്റെ ക്രൂശാ. പൊങ്ങുന്നില്ല, താത്തു വെച്ച്, അയ്യോ ഇതെനിക്ക് വയ്യ കർത്താവ്. അടുത്ത ക്രൂശിലോട്ട് പിടിച്ചു, പൗലോസിന്റെ ക്രൂശാ. അനങ്ങുന്നില്ല, ഒരറ്റം പോലും പൊക്കാൻ വയ്യ. അതിനപ്പുറത്ത് പത്രോസിന്റെ ക്രൂശ്. ഓരോ വിശുദ്ധന്മാരുടെയും ക്രൂശാണ്. ഒഴിപ്പത് കർത്താവേ, എന്റെ ക്രൂശിക്ക് തന്നാ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് നിന്ദയുടെ മാർഗമാണ്, ഇത് കഷ്ടതയുടെ മാർഗമാണ്, ഇത് അപമാനത്തിന്റെ മാർഗമാണ്. ഹല്ലേലൂയ. ഈ അപ്പം തിന്നണം, പുളിപ്പില്ലാത്ത അപ്പവും കയ്പ് ചീരയും 7 ദിവസം തിന്നുകയാണ്. ഇസ്രായേൽ മക്കൾ പെസഹ ആചരിക്കുവാൻ അവരിങ്ങനെ വട്ടമിരുന്ന് ഓരോരുത്തരുടെയും പാത്രത്തിൽ, നിലത്താണ് അവരിയ്ക്കുന്നത്, പൊക്കം കുറഞ്ഞ മേശയാണ്. മേശയുടെ നടുക്കൊരു പാത്രത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ വെച്ചിരിക്കുക. ഓരോരുത്തരുടെ പാത്രത്തില് പുളിപ്പില്ലാത്ത അപ്പവും കയ്പ് ചീരയുക. ഓരോരുത്തർക്കും പറയാനുള്ളത് ഈ കഷ്ടതയെ കുറിച്ചാണ്. ഇങ്ങനെ എല്ലാവരും പറഞ്ഞു തീരുമ്പോൾ മേശയുടെ നടുക്കരിക്കുന്ന കുഞ്ഞാട് പറയും. എന്നാ എന്റെ സാക്ഷ്യം കൂടെ ഞാൻ പറയാം. നിങ്ങൾക്കൊക്കെ ഈ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ കഷ്ടതയുള്ളല്ലോ. ഞാൻ അറുക്കപ്പെട്ടു, ഞാൻ തീയിൽ ചുട്ടെടുക്കപ്പെട്ടു. ദൈവകോപത്തിന്റെ തീയിൽ അവൻ ചുട്ടെടുക്കപ്പെട്ടു. അവൻ ഗത്സമന മുതൽ കാൽവരി അനുഭവിച്ച കഷ്ടതകൾ നോക്കുമ്പോൾ നമ്മുടെ കഷ്ടതയൊന്നുമില്ല. അതുകൊണ്ടാണ് എബ്രായർ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളി. നമ്മുടെ ജീവിതത്തിലെ കഷ്ടതയുടെ പാരമ്യതയിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ധ്യാനിക്കണം. അവൻ അടികൊണ്ടത്, അവൻ ഭംഗപ്പാട് സഹിച്ചത്, അവൻ ആക്ഷേപിക്കപ്പെട്ടത്, അവന്റെ കൂടെ മരിക്കാമെന്ന് പറഞ്ഞ പത്രോസ് അവനെ തള്ളിപ്പറഞ്ഞു. അവന്റെ കൂടെ നിൽക്കാവുന്ന ശിഷ്യന്മാരെല്ലാം അവനെ ഇട്ടേച്ചു പോയി. അവന്റെ കൂടെ നടന്ന് അപ്പം തിന്ന യൂദ അവനെ ഒറ്റിക്കൊടുത്ത് കൂലി വാങ്ങി. സ്തോത്രം. ഓ, അവനുണ്ടായ കഷ്ടതയുമായിട്ട് നോക്കുമ്പോൾ നമ്മുടെ കഷ്ടതയൊന്നും സാരമില്ല. ഇതൊന്നും സാരമില്ല. നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തെ കഷ്ടങ്ങൾ സാരമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവരിങ്ങനെ ആ പുളിപ്പില്ലാത്ത അപ്പവും കയ്പ് ചീരയും തിന്നുകൊണ്ട് തിരിക്കുമ്പോൾ അവര് കാതോർത്തിരിക്കുക. എന്തിനാ കാതോർത്തിരിക്കുന്നത്? മോശ പറഞ്ഞിരുന്നു, ഇന്ന് നിങ്ങളുടെ വിടുതലിന്റെ രാത്രിയാണ്. ഇന്ന് അർദ്ധരാത്രിക്ക് സമൂഹാരത്തിന് ഊരിയ വാളുമായി മിസ്രൈമി വീടുകളിൽ കയറി ഇറങ്ങുമ്പോൾ, ആദ്യാതന്മാർ പടഞ്ഞു വീണ് മരിക്കുമ്പോൾ മിസ്രൈമിലെങ്ങും വലിയൊരു നിലവിളി ഉണ്ടാകും. ഒന്നും മരിക്കാത്ത ഒരു വീടും മിസ്രൈമിലില്ല. ഈ 2 വാചകങ്ങൾ അധ്യായത്തിലുണ്ട്. ഒന്നും മരിക്കാത്ത ഒരു വീടും മിസ്രൈമിലില്ലായിരുന്നു. മിസ്രൈമിലെങ്ങും വലിയ നിലവിളി ഉണ്ടായി. മിസ്രൈമിന്റെ വീടുകളിൽ മാത്രമല്ല മരണമുണ്ടായത്, മിസ്രൈമി വീടുകളിൽ മാത്രമല്ല കൊല്ലപ്പെട്ടത്, ഇസ്രായേൽ മക്കളുടെ വീടുകളിലും കൊല്ലപ്പെട്ടു. മിസ്രൈമ്യരുടെ വീടുകളിൽ കൊല്ലപ്പെട്ടത് ആദ്യജാതന്മാരാണ്. ഇസ്രായേൽ മക്കളുടെ വീടുകളിൽ കൊല്ലപ്പെട്ടത് പെസഹയുടെ ആട്ടിൻകുട്ടിയാണ്. ഒന്നുകിൽ പെസഹയുടെ ആട്ടിൻകുട്ടി, ഇല്ലെങ്കിൽ ആദ്യജാതൻ. മിസ്രൈമിലെങ്ങും വലിയ നിലവിളി ഉണ്ടായി. മിസ്രൈമ്യരുടെ വീടുകളിലും നിലവിളി ഉണ്ടായി. ഇസ്രായേൽ മക്കളുടെ വീടുകളിലും നിലവിളി ഉണ്ടായി.
മിസ്രൈമി വീടുകളിൽ നിലവിളിച്ചത് ആദിയാതന്മാർ മരിച്ചപ്പോൾ പ്രിയപ്പെട്ടവർ നെഞ്ചത്തടിച്ച് കരയുകയായിരുന്നു. എന്നാൽ ഇസ്രായേൽ മക്കളുടെ വീടുകളിൽ നിലവിളിച്ചതോ പെസഹായുടെ കുഞ്ഞാടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്നുകിൽ പെസഹാ കുഞ്ഞാടിന്റെ നിലവിളി, ഇല്ലെങ്കിൽ ആദിജാതൻ കൊല്ലപ്പെടുമ്പോഴുള്ള നിലവിളി. അന്ന് അവർ കാതോർത്തിരിക്കുകയാണ്. ഒരു വലിയ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കാതോർത്തിരിക്കുകയാണ്. മിസ്രൈമിൽ നിലവിളി ഉണ്ടോ എന്ന് കേൾക്കുവാനല്ല കാതോർത്തിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അന്ന് അവർ ഭക്ഷിക്കേണ്ടത് കാലയിൽ ചെരുപ്പിട്ട് കയ്യിൽ വടി പിടിച്ച് അരമുറുക്കി തിടുക്കത്തോടെ വേണം പെസഹ കഴിക്കാനെന്ന് മോശ പറഞ്ഞു. എല്ലാവരും യാത്ര ചെയ്യാൻ തക്കവണ്ണം ശരിക്കും ഒരുങ്ങി കഴിക്കുക. എല്ലാം പാക്ക് ചെയ്ത് കെട്ടി പെറുക്കി കെട്ടി പോകാൻ മുഴുവൻ തയ്യാറായി, ചെരുപ്പ് വിട്ട് വടിയും പിടിച്ച് എല്ലാം റെഡിയായിട്ട് തിടുക്കത്തോടെ തിന്നുക, വേഗം തിന്നുക. എന്താ കാര്യം? കാഹളമൂതും. ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള കാഹളം എടുത്ത് മോശ നീട്ടി ഊതും. ഇസ്രായേലേ പുറപ്പെടുവീനെന്ന് വിളിച്ചു പറയുമ്പോൾ രക്തം പുരട്ടിയ വാതിക്കലൂടെ വീണ്ടെടുപ്പിന്റെ പാട്ടും പാടിക്കൊണ്ട് പോകാനുള്ളവരാണ് ഇവര്. അവരിങ്ങനെ കാതോർത്തിരിക്കുക കാഹളത്തിന് വേണ്ടി. സ്തോത്രം. ആ സമയത്ത് വലിയ നിലവിളി കേൾക്കാം മിസ്രൈമ്യരുടെ വീടുകളിൽ. ഇവരുടെ വീട്ടിൽ പാട്ട് പാടുകയാണ് വീണ്ടെടുപ്പിന്. അന്ന് മിസ്രൈമിലുള്ള ജനം രണ്ടായി തിരിഞ്ഞു. ഒരു കൂട്ടർ രക്തത്തിന്റെ അകത്തിരിക്കുന്നവരെ, വേറൊരു കൂട്ടർ രക്തത്തിന്റെ വെളിയിലുള്ളവരെ. പ്രൈസ് ദി ലോർഡ്. മിസ്രൈമിലുള്ള സകല ജനങ്ങളും രണ്ടായി തിരിഞ്ഞു. ഒരു കൂട്ടർ അറുക്കപ്പെട്ട പെസഹാ കുഞ്ഞാന്റെ ചോരയ്ക്കകത്ത് ഇരിക്കുന്നവര്, വേറൊരു കൂട്ടർ രക്തത്തിന്റെ വെളിയിലുള്ളവര്. രക്തത്തിന്റെ വെളിയിൽ ദൈവത്തിന്റെ വാള് വന്നു. രക്തത്തിന്റെ വെളിയിൽ ന്യായവിധി വന്നു. രക്തത്തിന്റെ വെളിയിൽ ആദിയാതന്മാർ കൊല്ലപ്പെട്ടു. രക്തത്തിന്റെ വെളിയിൽ നെഞ്ചത്തടിക്കുവാൻ തുടങ്ങി. രക്തത്തിന്റെ വെളിയിൽ ശവക്കുടി ഒട്ടാൻ തുടങ്ങി. രക്തത്തിന്റെ വെളിയിൽ ശവപ്പെട്ടി ഉണ്ടാക്കാൻ തുടങ്ങി. രക്തത്തിന്റെ വെളിയിൽ കൂട്ട നിലവിളിയായി. രക്തത്തിന്റെ ഉള്ളിലോ വീണ്ടെടുപ്പിന്റെ പാട്ടുപാടുകയാണ്. ഞങ്ങളിനി അടിമകളല്ല, പരമസിയോര് ഞങ്ങളിനി അന്യരല്ല. ഇതാ ഞങ്ങളുടെ കൈകൾ കൊട്ട വിട്ടൊഴിയുന്നു. ഇതാ ഞങ്ങളുടെ ഭാരച്ചുകൊണ്ട് മാറുന്നു. ഇതാ ഞങ്ങളുടെ രട്ടുമാറ്റി ഞങ്ങൾ ഉത്സവസ്ത്രം ധരിപ്പിച്ചിരിക്കുന്നു. അവർ വീണ്ടെടുപ്പിന്റെ പാട്ടുപാടുകയാണ്. സഹോദര സഹോദരി, ഇന്ന് രാത്രി നീ രക്തത്തിന്റെ അകത്താണോ രക്തത്തിന്റെ പുറത്താണോ? രക്തത്തിന്റെ പുറത്ത് ദൈവത്തിന്റെ വാള് വരുന്നു. രക്തത്തിന്റെ ഉള്ളിൽ വിടുതലുണ്ട്. ഇന്ന് രാത്രി കുഞ്ഞാട് രക്തത്തിനുള്ളിലേക്ക് അഭയം തേടിക്കൊള്ളുക. കാൽ വരിച്ചൊറിഞ്ഞ പരിശുദ്ധ രക്തത്തിനുള്ളിൽ മറഞ്ഞുകൊള്ളുക. പിശാചിനെ, സാത്താനെ, ശത്രുവിനെ ജയിപ്പാൻ വേദപുസ്തകം പറഞ്ഞിരിക്കുന്ന ആയുധങ്ങൾ ഒന്നിതാണ്. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷിയും അതിന് ഹേതുവായും ജയിച്ചു. രക്തത്തിനുള്ളിൽ മറച്ചുകൊള്ളണം. രാവിലെ എഴുന്നേക്കും കുഞ്ഞുങ്ങളെയും വീട്ടിലുള്ളവരെയും ഭർത്താവിനെയും ഭാര്യയും സകലത്തെയും വാഹനത്തെയും എല്ലാം രക്തത്തിനുള്ളിൽ മറച്ചുകൊള്ളണം. ആ കുഞ്ഞാന്റെ ചോരയ്ക്കുള്ളിൽ നിനക്ക് വിടുതലുണ്ട്. ആ ചോരയ്ക്കുള്ളിൽ നിനക്ക് സുരക്ഷിതത്വമുണ്ട്. ആ ചോരയ്ക്കുള്ളിൽ നിനക്ക് പരിപാലനമുണ്ട്. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. ശത്രുവിന്റെ തീയമ്പുകളെ തകർക്കുവാനുള്ള ശക്തി യേശുവിന്റെ രക്തത്തിനുണ്ട്. Praise God. പിഞ്ചു കുഞ്ഞുങ്ങളെ അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചു കൊണ്ടുപോയി കൊന്നതായ മിസ്രൈമ്യരുടെ ആദിയാതന്മാർ അവരുടെ മുമ്പിൽ പടഞ്ഞു വീണു. മോശയെ അയച്ചു വരുത്തി, മോശയെ ജനത്തെ കൊണ്ടുവെക്കൂ, പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിച്ചോണം. മോശ പെട്ടെന്ന് കാഹളമെടുത്ത് നീട്ടി ഊതി, ഇസ്രായേലേ പുറപ്പെടുക എന്ന് വിളിച്ചു പറഞ്ഞു. ആ ശബ്ദം കേട്ടപ്പോൾ ഏകദേശം 30 ലക്ഷം ആളുകള് അറുക്കപ്പെട്ട കുഞ്ഞാൻ രക്തം പുരട്ടിയ വാതിക്കലൂടെ വീണ്ടെടുപ്പിന്റെ പാട്ടും പാടിക്കൊണ്ട് ഇനി ഞങ്ങൾ മിസ്രൈമിലോട്ട് തിരിച്ചു വരത്തേ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ യാത്ര പുറപ്പെട്ടു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ലോക ചരിത്രത്തിൽ ഇങ്ങനെ 30 ലക്ഷം ആളുകൾ ഒരു മനുഷ്യന്റെ നേതൃത്വത്തിൽ ഒരു രാജ്യം വിട്ട് വേറെ രാജ്യത്തേക്ക് പോയ സംഭവമില്ല. എന്തൊരു പുറപ്പാടായിരുന്നു അത്. ഒരു വിക്കനായ മനുഷ്യന്റെ നേതൃത്വത്തിൽ 30 ലക്ഷം ആളുകൾ ഒരു രാജ്യം വിട്ട് വേറെ രാജ്യത്തേക്ക് മാർച്ച് ചെയ്യുകയാണ്. That was the greatest exodus the world has ever seen. ലോകം കണ്ടതിലേക്കും ഏറ്റവും വലിയ എക്സഡസ്, ഏറ്റവും വലിയ പുറപ്പാടായിരുന്നു അത്. എന്നാൽ അതിനേക്കാൾ വലിയൊരു പുറപ്പാടിനി ഉണ്ടാകാൻ പോകും. അന്ന് ഒരു രാജ്യക്കാരെ പോയുള്ളൂ. എന്നാൽ ഇനി കാഹളമൂതുമ്പോൾ എല്ലാ ഭാഷയിൽ നിന്നും, എല്ലാ ഗോത്രത്തിൽ നിന്നും, എല്ലാ ജാതിയിൽ നിന്നും, എല്ലാ രാജ്യത്തിൽ നിന്നും യേശുവിന്റെ രംഗച്ചോര കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട് അവൻ വരും പുറപ്പെടുവാൻ പോകുകയാണ്. സ്തോത്രം, സ്തോത്രം. ഒരു വലിയ പുറപ്പാട് വരാൻ പോകുന്നു. അന്ന് ഒരുങ്ങിയിരുന്നവരാ അന്ന് പോയത്. കാലിൽ ചെരുപ്പിട്ട് കയ്യിൽ വടി പിടിച്ചു അരമുറുക്കി എല്ലാം ക്രമീകരിച്ചിരുന്നവരാ പോയത്. കാഹളമെന്ന് കേട്ടപ്പോൾ ബെൽറ്റും തിരക്ക് നടന്നാൽ ചെരുപ്പും തിരക്ക് നടന്നാലേ പോകാനുള്ളവരങ്ങ് പോകും.
ഒരുങ്ങിയിരുന്നോണം. പ്രൈസ് ദി ലോർഡ്. ഒരുങ്ങിയിരിക്കുന്നവർ മണവാളൻ വരുമ്പോൾ മണവാളന്റെ കൂടെ പോകും. സ്തോത്രം. അന്ന് അവര് പോകുമ്പോൾ യോസേപ്പിന്റെ വീട്ടുകാരുടെ കയ്യില് അവരുടെ സാധനങ്ങളുടെ കൂട്ടത്തിൽ ഒരു പെട്ടി കൂടി ഇരിപ്പുണ്ട്. അധികം എക്സ്ട്രാ ബോക്സ് ഉണ്ട്, കറുത്ത പെട്ടി. യോസേപ്പ് മരിക്കാൻ നേരത്ത് മക്കളെയും കൊച്ചുമക്കളെയും വിളിച്ചു പറഞ്ഞു, മക്കളെ, ഞാനിവിടെ മന്ത്രിയായിരുന്നു, പക്ഷേ ഞാനിവിടെ പരദേശിയാണ്, ഞാൻ ഈ നാട്ടുകാരനല്ല, ഞാനിവിടെ മരിക്കുക. എന്നാൽ നിങ്ങളെ ദൈവം ഇവിടെ നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുപോകുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് എൻ്റെ അസ്ഥി കൂടി ഇവിടെ നിന്ന് കൊണ്ടുപോകണേ. എൻ്റെ അസ്ഥി മിസ്രൈമിലുള്ള മണ്ണിൽ പൊടിഞ്ഞു ചേരാൻ ഇടവരരുത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് യോസേപ്പിന്റെ കൊച്ചുമക്കളുടെ കയ്യിൽ ഒരു പെട്ടിയുണ്ട്. എന്താ ഇത്? അയ്യോ, വല്യപ്പച്ചന്റെ അസ്ഥിയാ. ഇത് കേട്ട് വേറെ ഏതെങ്കിലും പിതാക്കന്മാര് മക്കളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാം കയ്യിൽ ഓരോ പെട്ടിയുണ്ട്. എന്നാ പിതാക്കന്മാരുടെ അസ്ഥികൾ അതുകൂടെ പൊക്കിക്കൊണ്ടാണ് ഇവർ പോകുന്നത്. ഇവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുമ്പോൾ പിതാക്കന്മാരുടെ അസ്ഥികൾ കൂടെ എടുത്തോണ്ടാ പോകുന്നത്. എന്നാൽ ഇനി കാഹളം ഊതുമ്പോൾ അസ്ഥികൾ മാന്തിയെടുക്കാൻ ആരും പോകണ്ട. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞാൽ മാന്താൻ ചെല്ലുമ്പോൾ അവിടെ കാണത്തില്ല, അവർ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. നീ മാന്തിട്ട് വല്ല അസ്ഥിയും കിട്ടിയാലോ എടുത്തോണ്ട് ഗുണവുമില്ല, കാരണം അത് ഇപ്പോഴും ഉയർക്കാനുള്ളതല്ല. പിന്നെ 1000 കൊല്ലം കൂടെ കഴിഞ്ഞാൽ അത് ഉയർക്കത്തുള്ളൂ, അവിടെ ഇട്ടേക്ക്. ഇനി കാഹളം ഊതുമ്പോൾ അസ്ഥി മാന്താൻ പോകണ്ട, കാരണം വിശുദ്ധന്മാർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അന്ന് അന്ന് അവരെ പുറപ്പെടുവിച്ച മോശയ്ക്ക് അവരെ പുറപ്പെടുവിക്കാനേ കഴിഞ്ഞുള്ളൂ, വാഗ്നാട്ടിൽ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞില്ല. മോശ ഇസ്കായുടെ മുകളിൽ കയറി കനാൻ നാടെല്ലാം കണ്ടു. അവിടെ അവൻ മരിച്ചു. ദൈവം അവനെ അടക്കി. അങ്ങനെ എഴുതി, ദൈവം അവനെ അടക്കി. അവിടെ ഇസ്രായേൽ മക്കൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എവിടെ അവനെ അടക്കിയെന്ന്. കണ്ടുപിടിക്കാഞ്ഞ കാര്യമായി, അല്ലെങ്കിൽ അവിടെയും കുരിയാലയൊക്കെ കെട്ടി ഇപ്പോഴും പണപ്പെരു കാണുന്നത്. ആരും കണ്ടുപിടിച്ചില്ല, കാരണം ദൈവം അടക്കിയത്. ഇവൻ ആ ദൈവവിളി കേട്ട് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ചില്ലായിരുന്നെങ്കിൽ, ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന പദവിയും പിടിച്ചോണ്ട് അവിടുത്തെ സ്ഥാനമാനവും ഒക്കെ വഹിച്ചുകൊണ്ടിരുന്നിരുന്നെങ്കിൽ എന്താ കിട്ടുമായിരുന്നു? ഇവനെ മിസ്രൈമിലെ ഒരു മമ്മിയാക്കിയനെ. മമ്മി എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലെ മമ്മിയല്ല കേട്ടോ. മരിച്ചതായ ഫറവോന്മാരുടെ ശവശരീരത്തിൽ മരുന്നൊക്കെ ഇട്ട് മമ്മിഫൈ ചെയ്യും, ചെയ്യാതെ. അത് അവിടെ പിരമിഡുകൾക്കകത്ത് സൂക്ഷിച്ചിരിക്കുകയാണ് പെട്ടിയിൽ. അതെല്ലാം കറുത്ത് കരി പോലായി നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങൾ കഴിയുമ്പോഴത്തേക്ക് വികൃത രൂപമായിട്ട് ഇങ്ങനെ ഇരിക്കും. ചെയ്യത്തില്ലെന്നേ ഉള്ളൂ, ഉണങ്ങി ഈ മരുന്നുമെല്ലാം പെരണ്ട് കറുത്ത രൂപമായിട്ട് ഇങ്ങനെ ഇരിക്കും. അന്ന് കൊട്ടാരം വിട്ടില്ലായിരുന്ന ഇതേ കിട്ടത്തുള്ളായിരുന്നു. കൊട്ടാരം വിട്ടതുകൊണ്ടോ സർവശക്തനായ ദൈവം ഇറങ്ങി വന്ന് അടക്കി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ മോശ വിചാരിച്ചാണ്, എന്റെ ദൈവമേ, നല്ലൊരു അടക്കമാണ് എനിക്ക് പോകുന്നത്, ഞാൻ കൊട്ടാരം വിടാതെ ഇവിടെയൊക്കെ നിൽക്കുകയാണെങ്കിൽ നല്ലൊരു അടക്കം കിട്ടേണ്ടതാ. നല്ല ശവപ്പെട്ടി, നല്ല എല്ലാവരും കൂടെ വന്ന് നല്ല മമ്മിയാക്കി വെക്കേണ്ടതാ. എന്നാൽ ഇറങ്ങിയത് കൊണ്ടോ മോശയെ വിഷമിക്കണ്ട, സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് മോശയെ അടക്കി. സ്തോത്രം. അതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്ന. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പഴയ നിയമത്തിന്റെ മധ്യസ്ഥന ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിളിച്ചിറക്കാനേ കഴിഞ്ഞുള്ളൂ, വാഗ്നാട്ടിൽ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തുവിനോ അവൻ നമ്മെ വിളിച്ചിറക്കാൻ മാത്രമല്ല അവിടെ കൊണ്ടെത്തിക്കാൻ കഴിയും. എന്തോ ആ തെളിവ്? അവൻ നമുക്ക് മുമ്പ് അക്കരെ പോയി കഴിഞ്ഞു. ഞാൻ പോയി സ്ഥലമൊരുക്കുക, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് ഞാൻ പിന്നെയും നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അതാണ് തിരശ്ശീലയുടെ അപ്പുറത്തേക്ക് കടക്കുന്ന ഒരു നങ്കൂരം പോലെയുള്ള പ്രത്യാശ നമുക്ക് തന്നിരിക്കുന്നത്. അവൻ മുന്നമേ പോയിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഉറപ്പുണ്ട്, നമുക്ക് പുറകെ പോകാവുന്ന. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സഹോദര, ഈ കുഞ്ഞാൻ രക്തത്താൽ നീ വീണ്ടെടുക്കപ്പെട്ടിട്ടുണ്ടോ? സഹോദരി, കുഞ്ഞാൻ രക്തത്താൽ നീ വീണ്ടെടുക്കപ്പെട്ടിട്ടുണ്ടോ? കുഞ്ഞാൻ രക്തത്തിലൂടെ അല്ലാതെ വീണ്ടെടുപ്പിന് വേറെ ഒരു മാർഗം ഇല്ല, ഇല്ല, ഇല്ല. രക്തത്താൽ വിടുതൽ പ്രാപിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം.